സ്നേഹസ്വരൂപനായ യേശുക്രിസ്തുവിൻ്റെ മാതൃമുള്ള നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ യാത്രയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആത്മീക ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന ദേവദാസൻ പ്രിയ മകേശൻ പാസ്റ്ററുകൾ, ചെറുകോട് സംസ്കോട് ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ ഷാജി പാസ്റ്റർ, കനാൻ മിനിസ്ട്രി ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ശിവോറുകൾ, പാസ്റ്റർ ബാബു ഡാനിയൽ, മ്യൂസിക് ടീം, എല്ലാ ദൈവദാസിദാസന്മാർക്കും ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കാനായിട്ട് സ്വർഗപിതാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ സുവിശേഷ ഘോഷണത്തിന് സാക്ഷികളായി വന്നു ചേർന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. കാലം തികഞ്ഞു, ദൈവരാജ്യം സംഭവിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. 4 പ്രധാനപ്പെട്ട കാര്യമാണ് സുവിശേഷം. ഒന്ന്, യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ തൻ്റെ സ്നേഹം. 2, യേശുക്രിസ്തുവിലൂടെ മനുഷ്യകുലത്തിന് പിതാവായ ദൈവം ഒരുക്കിയ ദൈവിക രക്ഷ. 3, യേശുക്രിസ്തുവിലൂടെ മനുഷ്യകുലത്തിന് നീതിമാനായ ദൈവം നൽകിയ പാപമോചനം. 4, യേശുക്രിസ്തുവിലൂടെ മനുഷ്യകുലത്തിന് സൗജന്യമായി ഒരുക്കിയ നിത്യ ജീവൻ. ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സർവശക്തനും ബലവാനും പരിശുദ്ധനുമായ ദൈവം അനന്തനിത്യതയുടെ ആരംഭത്തിൽ തന്നെ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിക്കുവാനിടയായി. ദൈവം മനുഷ്യനെ ഭൂമിയിൽ നിർമ്മിക്കുമ്പോൾ പാപമില്ലാത്ത അവസ്ഥയിലായിരുന്നു മനുഷ്യൻ ഭൂമിയിലായിരുന്നത്. പിതാവായ ദൈവമായുള്ള അഭേദ്യമായ ബന്ധം നിലനിർത്തി തേജസ്സിന്മേൽ തേജസ് ധരിക്കപ്പെട്ടവരായി പിതാവായ ദൈവമായുള്ള അഭേദ്യമായ ബന്ധം നിലനിർത്തിക്കൊണ്ടുവന്ന ഒരു ആത്മീക ജീവിത വ്യവസ്ഥയായിരുന്നു ഏദനിൽ ദൈവം സമാരംഭിച്ചത്. നീതിമാനായ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിച്ചത് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന സ്വർഗീയ ഉദ്ദേശത്തോടുകൂടെയായിരുന്നു. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിനു മുൻപായി സ്വർഗസന്നദ്ധിയിൽ പരിപാലകനായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ലൂസിഫർ അല്ലെങ്കിൽ പിശാച്. അവൻ അഗ്നിമയമായ രഥങ്ങളിൽ ചിറകുകൾ വിടർത്തി പറക്കുന്ന ഒരു കിരീടമായിരുന്നു. പിതാവായ ദൈവം കഴിഞ്ഞാൽ ഒരുപക്ഷെ 2-മനോ 3-മനോ ആയി സ്വർഗത്തിൽ വിളങ്ങുന്ന ഒരു പ്രഭയായിരുന്നു ലൂസിഫർ. എന്നാൽ തന്നെ കർത്താവ് ഏദൻ തോട്ടത്തിലായിരുന്നു ആക്കിയിരുന്നത്. ദൈവത്തിന്റെ സഹിതം, സ്ഥാനിത്യം, തേജസ് ഇത്യാദി ദൈവിക പദ്ധതി നടന്നുകൊണ്ടിരുന്ന ആ ഏദനിലായിരുന്നു നീതിമാനായ ദൈവം അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത്. എന്നാൽ പിതാവായ ദൈവത്തെ പോലെ ആകുവാനുള്ള അദ്ദേഹത്തിന്റെ ഉള്ളിലെ വ്യഗ്രതയും വാഞ്ചയും പാപത്തിന്റെ കഠിനമായ ഉത്ഭവം തന്റെ ഉള്ളിൽ രൂപം കൊള്ളുകയും നീതിമാനായ സർവശക്തനായ സർവജ്ഞാനിയായ ദൈവം അത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ ആ ദൈവ പർവ്വതത്തിൽ നിന്ന് തന്നെ തള്ളി പുറത്ത് കളയുവാനിടയായി. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ഏദൻ വീണ്ടും ശൂന്യമാകുന്നു. അപ്പോഴാണ് നീതിമാനായ ദൈവത്തിന്റെ നിത്യജ്ഞാനത്താൽ ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുമുള്ള കാര്യങ്ങളെ സവിസ്താരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന നിത്യനായ ദൈവത്തിന്റെ ദീർഘവീക്ഷണത്താലും ദീർഘജ്ഞാനത്താലും തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിച്ച് തോട്ടത്തിലാക്കുവാനിടയായത്. തന്റെ വാസസ്ഥലത്തിൽ നിന്ന് തന്നെ പുറത്താക്കി മനുഷ്യനെ അവിടെയാക്കി എന്നറിഞ്ഞ സാത്താൻ അന്നു മുതൽ ഇന്ന് വരെ മനുഷ്യകുലത്തിനെതിരെ അവൻ ശത്രുവായി നിലകൊള്ളുകയാണ്. ദൈവത്തിന്റെ തേജസ്സിനാൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യന്റെ ബലഹീനപ്പെട്ട അവസ്ഥകളെ കണ്ടെത്തി ദൈവം കൽപ്പിച്ച കൽപ്പിതങ്ങളെ അനുസരിക്കുവാൻ ഇടവരാതിരിക്കേണ്ടതിന് അന്ധകാരത്തിന്റെ ശക്തികൾ തീവ്രമായ യജ്ഞം അവർ ആരംഭിക്കുവാനായിട്ട് തുടങ്ങി. വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രഥമ താളുകളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ദൈവം പറഞ്ഞു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലങ്ങൾ നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ
വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. മനുഷ്യകുലത്തിന്റെ സമ്പൂർണ്ണ രക്ഷയുടെ ഉത്ഭവം അവിടെ ആരംഭിക്കുകയാണ്. നീതിസ്വരൂപനായ ദൈവത്തിന്റെ നിത്യജ്ഞാനത്തിൽ മനുഷ്യർക്ക് സൗജന്യമായി വെളിപ്പെടുത്തിയ ആത്മരക്ഷയുടെ ഉന്നതമായ പ്രഭാകേന്ദ്രമായ സുവിശേഷം, സ്തോത്രം. ആ സുവിശേഷം ഉന്നതമായി അവിടെ വെളിപ്പെട്ട മാത്രയിൽ മറ്റൊരു സുവിശേഷം, മറ്റൊരു ദൈവം അവിടെ വെളിപ്പെടുത്തുവാനിടയായി. അവനാണ് ഞാനിവിടെ ഇപ്പോൾ പറയുന്ന ലൂസിഫർ എന്ന വ്യക്തിത്വം. അവൻ വന്ന് മറ്റൊരു സുവിശേഷം മനുഷ്യനെ അറിയിച്ചു, ഇല്ല, നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. രണ്ടു വിധമായ സുവിശേഷം, രണ്ടും ഏതനിൽ ആരംഭിക്കപ്പെട്ടത്. ഒന്ന് മനുഷ്യന്റെ നിത്യതയെ ലക്ഷ്യമാക്കി, മറ്റൊന്ന് മനുഷ്യന്റെ അഗ്നി നരകത്തെ ലക്ഷ്യമാക്കി. രണ്ടു വിധമായ ശുശ്രൂഷകൾ, രണ്ടു വിധമായ സുവിശേഷങ്ങൾ അന്നും ഇന്നും ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വഞ്ചകനും ചതിയനും ദുഷ്കർമ്മിയുമായ പിശാചിനാൽ ഒരുക്കപ്പെട്ട വ്യാജ സുവിശേഷങ്ങളാൽ ആയിരക്കണക്കിന് നിരപരാധികളെ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും ഈ ലോകത്തിന്റെ അധിപതി ജനഹൃദയങ്ങളെ ബന്ധിച്ച് അഗ്നി നരകത്തിലേക്ക് തള്ളിക്കൊണ്ടു പോകുമ്പോഴാണ് നീതിമാനായ ദൈവം ദൈവസഭയ്ക്ക് ആത്മഭാരം നൽകി ഇപ്പറ ഇടുങ്ങിയമായ അന്തരീക്ഷത്തിലും ഈ ദേശത്തെ സാക്ഷീകരിക്കേണ്ടതിന്റെ സുവിശേഷ ഘോഷണം നടത്തുവാൻ ഈ ദിനരാത്രങ്ങൾ ആത്മാവിനാൽ ഒരുക്കപ്പെടുവാനായിട്ടിടയായത്. കർത്താവിന്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ദൃശ്യമായി നാം കാണുന്ന ഈ മേഖലക്ക് അപ്പുറമായി അദൃശ്യമായ ഒരു വ്യവസ്ഥയുണ്ടെന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. കണ്ണുകൊണ്ട് കാണുമ്പോൾ കുറച്ച് പേര് ഇവിടെയുണ്ട്. ലൈറ്റ് സിസ്റ്റം, പവർ സിസ്റ്റം, സൗണ്ട് സിസ്റ്റം, മ്യൂസിക് സിസ്റ്റം, എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇത് നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത അദൃശ്യ ഒരു മേഖല ഇവിടെ തന്നെ കൊണ്ട് ഈ ദേശത്തെ അടക്കി വാഴുന്നു എന്ന വ്യാജേന നിരപരാധികളായ മനുഷ്യഹൃദയങ്ങളെ ബന്ധിച്ചു വച്ചിരിക്കുന്ന അവ ഇരുട്ടിന്റെ അധിപതികൾ അവരിങ്ങനെ സ്വൈരവികാരം നടത്തുകയാണ്. എനിക്കറിയാം, ഇവിടെ ദാസന്മാർ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ തന്നെ അന്ധകാരത്തിന്റെ അധിപതികൾ അങ്ങോട്ടോട്ടും നെട്ടോട്ടം ഓടുകയാണ്. അവർ നൂറുകണക്കിന് ജനഹൃദയങ്ങളെ, കുടുംബങ്ങളെ ബന്ധിച്ച് സത്യദൈവത്തിന്, നിർമ്മല സുവിശേഷത്തിന് ചെവി കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ അന്ധകാരത്തിന്റെ ശക്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്കറിയാം, രണ്ടോ മൂന്നോ പേർ എവിടെയെല്ലാം കൂടിയാലും അവിടെ ശിശുതാവും പരബ്രഹ്മവുമായ സർവശക്തനായ ദൈവത്തിന്റെ ഏകാത്മജൻ വരും എന്നുള്ളത് ദൈവത്തിന്റെ ആലോചനയാകിയാൽ അവൻ ഇവിടെ ഉണ്ട് എന്ന് അന്ധകാരത്തിന്റെ ശക്തികൾക്കറിയാം. പിതാവായ ദൈവം ദേശങ്ങളിൽ ഏതെല്ലാം കുടുംബങ്ങളെയാണോ ആകർഷിക്കപ്പെട്ടിരിക്കുന്നത് ആ കുടുംബങ്ങളെ ഇന്നും നാളെയുമായി കർത്താവ് വെടിവെക്കുമെന്ന് പിശാചിനറിയാം. അവൻ നേട്ടോട്ടം വിടുകയാണ്. ആകെ സുവിശേഷത്തിന്റെ സാക്ഷികളെ വന്നുയർന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും പുറപ്പെടാൻ പോകുന്ന വചനങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വോത്രസ്തുതിയോടുകൂടെ ദേശത്തെ കർത്താവിന്റെ കരുത്തിൽ സമർപ്പിച്ചുകൊണ്ടായിരിക്കുവാൻ നിത്യനായ ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സകല ജീവജാലത്തിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ഇത് തന്നെയാണ്. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ദൈവം നിർമ്മിക്കുവാനായിട്ടിടയായി. അങ്ങനെ നീതിമാനായ ദൈവം ഏദനിൽ സ്ഥാപിച്ച നിർമ്മല സുവിശേഷത്തിന്റെ ആധികാരികതയെ കളങ്കച്ചാർത്തേണ്ടതിന് ഈ ലോകത്തിന്റെ അധിപതിനും വഞ്ചകനും ചതീനമായ ലൂസിഫർ മനുഷ്യന്റെ വികാര മേഖലകളിലൂടെ, ഒന്നുകൂടെ പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ് എന്ന സ്വർഗീയ വ്യവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത്. ഒന്ന് മനുഷ്യനിലെ ദൈവാവശ്യം, മറ്റൊന്ന് മനുഷ്യനിലെ ഭൗമികാവശ്യം. ഈ രണ്ടവസ്ഥകളെ വഹിച്ചുകൊണ്ട് നടക്കുന്നതിന് ഒരു ശരീരവും ഒരുക്കുവാനിടയായി. ആത്മാവ്, പ്രാണൻ, ദേഹം. ഈ പ്രാണനിൽ മറഞ്ഞു കിടന്ന അവരുടെ മോഹങ്ങൾ നിമിത്തം ലൂസിഫർ പറഞ്ഞു കൊടുത്ത വ്യാജ സുവിശേഷത്തിന്റെ വാക്ക് കേട്ട് ഹവ്വ ചുവട് മുൻപോട്ട് വെച്ചു. അത് കണ്ടു, അത് മോഹിച്ചു, ചെന്നു, പറിച്ചു, തിന്നു. ഒരു വിശുദ്ധന്റെ ഫലം തന്റെ ഉള്ളിലേക്ക് പോകാൻ ഇതിന് ഏതെല്ലാം അവയവങ്ങൾ, ഏതെല്ലാം ഇന്ദ്രിയങ്ങളാണ് ആ മാതാവിനെ ഉപയോഗിക്കുവാനിടയായത്. ആ മാതാവിന്റെ സകല ഇന്ദ്രിയങ്ങളും പിശാച് കൈക്കലാക്കി പിശാചിന്റെ ഇംഗിതത്തിന് അനുസരിച്ച് അവന്റെ ദേഹിയിൽ മോഹങ്ങൾ കൊണ്ടിട്ടിട്ട് ജഡമനുഷ്യനിൽ വെളിപ്പെടുത്തുന്ന പൈശാചിക അന്ധത അവരുടെ മേൽ വെളിപ്പെട്ടിട്ട് ദൈവത്തിന്റെ തേജസ് അവരെ നിന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുവാനിടയായ വിവരമാണ് വിശുദ്ധ വേദപുസ്തകം സാക്ഷീകരിച്ചിരിക്കുന്നത്. അങ്ങനെ റോമലേഖനം വായിക്കുമ്പോൾ കാണാം, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരിലും പാപം പടർന്നിരിക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നീതിമാനായ ദൈവം, സർവശക്തനായ ദൈവം, നിർമ്മലനായ ദൈവം, പരിപാലനായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതി തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യർ ദൈവത്തെ വിട്ട് അന്യപ്പെട്ടു പോകുവാനിടയായി.
മനുഷ്യൻ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങൾ എന്ത്? മനുഷ്യൻ ചെയ്തു കൂട്ടിയ അപരാധങ്ങളുണ്ട്. സൃഷ്ടിതാവായ ദൈവം തന്റെ നിർമ്മലമായ തേജസ്സിൽ ദൈവരാജ്യം ഭൂമിയിൽ മനുഷ്യരുടെ സ്ഥാപിപ്പാൻ തക്ക വിധം ആസൂത്രണം ചെയ്ത ദൈവിക രക്ഷണീയ പദ്ധതിയെ മനുഷ്യന്റെ അനുസരണക്കേട് നിമിത്തം അവതാളത്തിലാക്കുകയും അങ്ങനെ നീതിമാനായ ദൈവം മനുഷ്യനെ തോട്ടത്തിൽ നിന്നും അടിച്ച് പുറത്താക്കി അത് ചുറ്റിത്തിരിയുന്ന വാളുകളാൽ കാവൽ നിർത്തുവാനിടയായി. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ മനുഷ്യൻ തന്നെ വിട്ട് കിഴക്കൻ ദേശമായ ശീനാർ ദേശത്തേക്ക് അവർ വാങ്ങിപ്പോകുവാനിടയായി. നീതിമാനായ ദൈവം മനുഷ്യർക്ക് വ്യവസ്ഥ ചെയ്തിരുന്ന ദൈവിക അന്തരീക്ഷം വിട്ട്, ദൈവിക തേജസ് വിട്ട് അവർ കിഴക്കൻ ദേശങ്ങളിലേക്ക് വാങ്ങിപ്പോകുവാനിടയായി. വംശ പരമ്പര അങ്ങനെ വർദ്ധിച്ച് വന്നു. നീതിമാനായ ദൈവം വിഭാവനം ചെയ്ത ദൈവിക പ്രമാണങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്താൽ ബന്ധിതരായിട്ട് മനുഷ്യർ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാതെ, ദൈവത്തിന്റെ സഹിത്വം അനുഭവിച്ചറിയാൻ കഴിയാതെ, സ്വന്തം ബലത്തിലും സ്വന്തം കഴിവിലും സ്വന്തം ജ്ഞാനത്തിലും ഇന്ന് ലോക മനുഷ്യർ ചെയ്യുന്നത് പോലെ അവർ കണ്ണുകൊണ്ട് കാണുന്ന, ചെവി കൊണ്ട് കേൾക്കുന്ന ദൃശ്യമായ മേഖലകളിലൂടെ ഉള്ളിൽ ലഭിക്കപ്പെട്ട ജ്ഞാനത്തിന്റെ കൗശലവും വംശമായ അനുഭവങ്ങളിലൂടെ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട് പോകുവാനിടയായി. സംഭവിച്ച കാര്യം എന്താണ്? നീതിമാനായ ദൈവം മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത പാപത്തിന്റെ പ്രകൃതികൾ മനുഷ്യൻ കാട്ടിക്കൂട്ടുവാനിടയായി. സഭാപ്രസംഗി വായിക്കുമ്പോൾ മനുഷ്യന്റെ വീഴ്ച പതനം എவ்விதമായിരുന്നു എന്ന് കാണുവാൻ കഴിയും. സഭാപ്രസംഗി 7-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിക്കാം. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവരോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വന്നു. നീതിമാനായ ദൈവം മനുഷ്യനെ പാപരഹിതനായും വിശുദ്ധിയുടെ തേജസ് വാരി ചുറ്റപ്പെട്ട അവസ്ഥയിലുമാണ് സൃഷ്ടിപ്പാനിടയായത്. പാപം വസിച്ചിരുന്നില്ല, അനുസരണക്കേട് ഉണ്ടായിരുന്നില്ല, അകൃത്യം ഉണ്ടായിരുന്നില്ല, അന്ധതയും ഉണ്ടായിരുന്നില്ല. നിത്യനും ബലവാനും പരിശുദ്ധനുമായ ദൈവത്തിന്റെ നിർമ്മലമായ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സ്വർഗീയ പ്രഭ ലഭിക്കപ്പെട്ടവരായി അല്പമാത്രം താഴ്ത്തി നീതിമാനായ ദൈവം മനുഷ്യനെ നിർമ്മിക്കുവാനിടയായി. എന്നാൽ അവർ ചെയ്തെന്താണ്? പാപരഹിതമായ സൃഷ്ടിപ്പിൽ മനുഷ്യന് പാപമില്ലാത്ത അവസ്ഥയിൽ നിർമ്മിച്ച് നീതിമാനായ ദൈവത്തിന്റെ കൽപ്പിതങ്ങളും ചട്ടങ്ങളും ലംഘിച്ച കാരണത്താൽ ദൈവം അവർക്ക് അനുസരിക്കാൻ കൊടുത്ത ആ ന്യായപ്രമാണങ്ങളെ കൂട്ടമായി അനുസരിക്കുന്നതിൽ വിമുഖത കാട്ടിയ കാരണത്താൽ അവർ സൂത്രങ്ങളെ അന്വേഷിച്ചുകൊണ്ട് സ്വന്തം ഇംഗിതത്തിനും സ്വന്തം ഇച്ഛകൾക്കും അനുസരണമായി മനുഷ്യൻ ദൈവനിഷേധിയായി മാറുന്ന വിവരമാണ് വിശുദ്ധ വേദപുസ്തകം സാക്ഷീകരിപ്പാനിടയായത്. മനുഷ്യൻ ദൈവത്തിന് വിരുദ്ധമായ ചിന്തകളാല്, ഉപായങ്ങളാല്, ആലോചനകളാല്, സൂത്രങ്ങളാൽ അന്വേഷിച്ച് നിത്യനായ ദൈവത്തിന് നിർമ്മലമായ സ്നേഹം വിട്ട് അവർ അന്യപ്പെട്ടു പോകുവാനായിട്ടിടയായി. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധനായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത്. നിന്റെ ദൈവമായ യഹോവ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. നീതിമാനായ ദൈവം, ആ നീതിസ്വരൂപനായ ദൈവം മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ മനുഷ്യനോട് കൽപ്പിച്ചു കൊടുത്ത പ്രമാണങ്ങളെ ലംഘിക്കുവാൻ തക്കവിധം അവർ ചെയ്തു കൂട്ടിയ ഉപായങ്ങൾ, സൂത്രങ്ങൾ എത്ര കഠിനങ്ങളായിരുന്നു. നീതിമാനായ ദൈവം കൽപ്പിച്ചു, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലോ താഴെ ഭൂമിയിലെങ്കിലോ ഭൂമിക്ക് കീഴെ സമുദ്രത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമ നിർമ്മിക്കുകയോ സേവിക്കുകയോ അരുതെന്ന് ദൈവം കൽപ്പിക്കുവാനായിട്ടിടയായി. അതിനോട് ചേർത്ത് ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ 26-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, ബിംബമോ സ്തംഭമോ നാട്ടരുത്, രൂപം കുത്തിയ യാതൊരു കല്ലും നമസ്കരിപ്പാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ബിംബമോ സ്തംഭമോ ഒരു കല്ലോ നാട്ടരുത് എന്ന് ദൈവം കൽപ്പിപ്പാനിടയായി. യാതൊരു കല്ലും നമസ്കരിപ്പാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയുമരുത്. ഞാൻ ദൈവമായ യഹോവയാകുന്നു. ദൈവം ഒരുവനേ ഉള്ളൂ. അവൻ സർവശക്തനും ബലവാനും പരിശുദ്ധനുമായ ദൈവം ഏകൻ തന്നെ. ഈ ലോകത്തിന്റെ ശിഷ്യതാവും പരബ്രഹ്മവുമായ സർവശക്തനായ ദൈവം മനുഷ്യകുലം ഉളവാകുന്നതിന് മുൻപ്, ഈ സകല അണ്ടകടാകളും ഉളവാകുന്നതിന് മുമ്പ്, അനന്ത നിത്യതയുടെ ആരംഭത്തിന് മുന്നേ ഉണ്ടായിരുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ട നിർമ്മലമായ ആലോചനയാണല്ലോ ഈ ലോകവും ഈ ലോകത്തിൽ കാണുന്ന സകല വംശ പരമ്പരകളും. ഹല്ലേലൂയ. അവരുടെ കർത്താവ് കൽപ്പിച്ചു, ഞാനാണ് ദൈവം, ഞാൻ മാത്രമാണ് ദൈവം, മറ്റൊരു
വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയോ നിർമ്മിക്കുകയോ അവയെ നമസ്കരിക്കുകയോ അരുതെന്ന് കർത്താവ് കൽപ്പിപ്പാനിടയായി. അല്പം കൂടെ വിശദമായി ആവർത്തന പുസ്തകത്തിൽ കാണാം. 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വീണ്ടും കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെ സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. ഹല്ലേലൂയ. ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെ സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെ സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുതെന്ന് നിത്യനായ ദൈവം ലോകത്തോട് കൽപ്പിപ്പാനിടയായി. എന്നാൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന അപരാധങ്ങൾ എന്താണ് പ്രിയമുള്ളവരെ? മനുഷ്യൻ സ്വന്തം ജ്ഞാനത്തിൽ വശീകരിക്കപ്പെട്ട് ഈ ലോകത്തിന് ദൈവമെന്നറിയപ്പെടുന്ന വഞ്ചകനും ചതിയനുമായ ലൂസിഫർ മനുഷ്യന്റെ ബലഹീനപ്പെട്ട അവസ്ഥയിലൂടെ ഇരിച്ചു കയറി അവന് ജടിലമായ മോഹങ്ങളെ കൊടുത്ത് ലൗകികമായ ആഗ്രഹങ്ങളെ കൊടുത്ത് ക്ഷണികവും താൽക്കാലികവും മരണം കൊണ്ട് അസ്തമിക്കുകയും ചെയ്യുന്ന താൽക്കാലിക മോഹങ്ങളെ അവന്റെ ഉള്ളിൽ കൊണ്ട് കൊടുത്തിട്ട് ശിഷ്ടാവും പരഭ്രമവുമായ സർവശക്തനായ ദൈവം വെച്ച അവസ്ഥകളെ കൂട്ടമായി ലംഘിക്കത്തക്ക വിധമുള്ള തന്ത്രങ്ങൾ മനുഷ്യനിൽ വെളിപ്പെടുത്തി മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകത്തി കൊണ്ടുപോകുവാനിടയായി. റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. ഹല്ലേലൂയ. ദൈവം മനുഷ്യകുലത്തിൽ ഇട്ടിരുന്ന സത്യമുണ്ട്. സകല അഷ്ടദിക്കാദികൾക്കും പ്രപഞ്ചദിക്കാദികൾക്കും സകല ജീവജാലങ്ങൾക്കും ദൈവം ഇട്ട ഒരു നിർമ്മലമായ ഒരു സത്യമുണ്ട്, ഒരു അതിരുമുണ്ട്. ആ സത്യത്തെ മനുഷ്യർ പൈശാചിക തന്ത്രങ്ങളാൽ കൂട്ടമായി ലംഘിച്ച് അതിനെ അസത്യമാക്കി അതിനെ വഴി തിരിച്ചുവിട്ട് മറ്റൊരു രൂപത്തിൽ കൗശലമായി സ്തോത്രങ്ങളിലൂടെയും ഉപായങ്ങളിലൂടെയും മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ അവന്റെ ജ്ഞാനം കൊണ്ട് വെളിപ്പെടുത്തുവാനിടയായി. 106-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ മലിനപ്പെട്ടു, തങ്ങളുടെ കർമ്മങ്ങളാൽ പരസംഗം ചെയ്തു എന്ന് കാണുന്നു. മനുഷ്യൻ തന്റെ ക്രിയകളാൽ മലിനപ്പെട്ടു, ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിന്നും അകന്നുപോയി, മനുഷ്യരുടെ കർമ്മങ്ങളാൽ വ്യഭിചാരം ചെയ്തു, ദൈവം വിലക്കിയ ആചാരങ്ങൾ അനുകരിച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങി. അവർ ദൈവത്തിന്റെ സത്യത്തെ മാറ്റിക്കളഞ്ഞു, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ അവർ ഭജിച്ച് ആരാധിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി വേളയിൽ നിർമ്മലനായ ദൈവം ഈ നിർമ്മലമായ സുവിശേഷം ഈ ദേശത്തെ കേൾപ്പിക്കുമ്പോൾ നാളുകളായി മതഭ്രാന്ത നിമിത്തവും മനുഷ്യന്റെ ജ്ഞാന നിമിത്തവും രൂപം കൊണ്ടിരിക്കുന്ന അസന്തുഷ്ടിയും അസമാധാനവും അന്ധവിശ്വാസവും അനാചാരങ്ങളും ശിക്ഷിതാവായ ദൈവം മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി സൗജന്യമായി ഒരുക്കിയിരിക്കുന്ന രക്ഷയെക്കുറിച്ചോ തിരിച്ചറിയാൻ കഴിയാതെ, സത്യം ഗ്രഹിപ്പാൻ കഴിയാതെ, മന്ദതയാലും ഇരുൾ അടഞ്ഞ അവസ്ഥയിൽ മനുഷ്യന്റെ ഹൃദയങ്ങൾ പാപം കൊണ്ട് മൂടിയിരിക്കുമ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെ മാറ്റി, ആ മൂടുപടങ്ങളെ മാറ്റി, പാപത്തിന് പ്രതിസന്ധി വരുത്തുവാൻ തക്ക വിധം സർവ മത മനുഷ്യകുലത്തിനും നീതിമാനായ ദൈവം ഒരുക്കിയിരിക്കുന്ന സൗജന്യമായ വഴിയാണ് സുവിശേഷം. ആ സുവിശേഷത്തെ കുറിച്ചുള്ള ആലോചനകളാണ് ആത്മാവ് ഗാനങ്ങളിലൂടെയും വചനങ്ങളിലൂടെയും ഇന്ന് രാത്രി ദേശത്തെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ പുനഃനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യൻ എങ്ങനെയാണ് വശനായത്? യെശയ്യാ പ്രവചനം 24-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം വായിക്കാം. ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. മനുഷ്യൻ എന്താണ് ചെയ്തത്? ഭൂമി അതിലെ നിവാസികളാൽ മലിനമായി. വിശുദ്ധ വേദപുസ്തകം സാക്ഷീകരിച്ചിരിക്കുന്നു, മനുഷ്യൻ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ നിമിത്തം, അവർ ചെയ്തു കൂട്ടിയ പാപത്തോട് പാപം കൂട്ടിക്കലർത്തി, നിത്യനായ ദൈവം വിട്ടിരുന്ന നിയമത്തിന് ഭ്രമം വരുത്തി, അന്ധകാരത്തിന്റെ ശക്തികൾ നിമിത്തം ഈ ഭൂമി അതിന്റെ നിവാസികളാൽ മലിനമായി. എന്നിട്ടോ പ്രമാണങ്ങളെ അവർ ലംഘിച്ചു, ചട്ടത്തെ മറിച്ചു കളഞ്ഞു, ദൈവം ഇട്ടിരുന്ന നിത്യ നിയമത്തിന് ലംഘനം വരുത്തി.
ഹല്ലേലൂയ. മനുഷ്യന്റെ താൽക്കാലികമായ ജ്ഞാനത്താൽ അദമ്യമായി ലഭിക്കപ്പെട്ട ജ്ഞാനത്തിന്റെ വശ്യസുന്ദരമായ അനുഭവങ്ങളിലൂടെ അവന്റെ ദേഹിയിൽ പ്രവേശിക്കപ്പെട്ട വ്യാജ മോഹങ്ങൾ, വ്യാജ ആഗ്രഹങ്ങൾ, അന്ധകാരത്തിന്റെ ശക്തികൾ ഏറ്റെടുത്തിട്ട് ഏതെനിൽ മനുഷ്യനെ തകർത്ത് അതേ അന്ധകാരത്തിലെ ലൂസിഫർ വീണ്ടും മനുഷ്യ സഹസ്രങ്ങളെ ആകമാനമായി വശ്യസുന്ദരമായ ജടിലമായ പൈശാചികങ്ങളായ മോഹങ്ങളിലൂടെ ആവശ്യമില്ലാത്ത ചിന്തകളെ അവന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് നീതിമാനായ ദൈവം നിത്യ നിയമം തയ്യാറാക്കി മനുഷ്യന്റെ സമ്പൂർണമായ വീണ്ടെടുപ്പിന് വേണ്ടി ഒരുക്കി വെച്ച ആ നിയമത്തിൽ നിന്ന് മനുഷ്യനെ എന്നേക്കുമായി അന്യത്തെറിപ്പിച്ച് കളയേണ്ടതിന് തന്ത്രങ്ങളെ ആസൂത്രണം ചെയ്തുവെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷീകരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവം മനുഷ്യരോട് ചോദിക്കുന്നു, നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? നിങ്ങൾ ദൈവത്തെ ഏത് പ്രതിമയോട് സദൃശ്യമാക്കുമെന്ന് നീതിമാനായ ദൈവം ഇന്ന് രാത്രി ദേശനിവാസിയോട് ചോദിക്കുകയാണ്. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹിത, ദൈവത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അപരാധങ്ങൾക്ക് എന്താണ് വഴി? പാപത്തോട് പാപം കൂട്ടിക്കലർത്തി നീയും നിന്റെ തലമുറകളും വംശപരമ്പരകളും ദൈവം ഒരുക്കിയിരിക്കുന്ന അഗ്നി നരകത്തിന് അവകാശികളെ തീരുവാൻ ഇടവരാതിരിക്കേണ്ടതിന് സകല മനുഷ്യകുലത്തിനും സൗജന്യമായി നീതിമാനായ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ രക്ഷയുടെ വഴിയാണ് ഇന്ന് രാത്രി ആത്മാവ് നിന്റെ കർണപുടങ്ങൾ കൈകെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിത്യനായ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയമായ നീതിയുടെ നിറവ് ഇന്ന് രാത്രികാലം സൗജന്യമായി ഏറ്റുവാങ്ങി നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പുനഃനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആകെ നാം എന്ത് ചെയ്യണം? ചെയ്തു കൂട്ടുന്ന അപരാധങ്ങൾക്ക് എന്താണ് പരിഹാരം? അപ്പോസ്തലപ്രവൃത്തി 3-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. മതി. സ്തോത്രം. ഹല്ലേലൂയ. ശിഷ്യതാവായ ദൈവം സകല മനുഷ്യരോടും കൽപ്പിക്കുന്നു, മാനസാന്തരപ്പെടണം. ഞങ്ങൾ ഈ സുവിശേഷ ഘോഷണത്തിലൂടെ വാത്സല്യ ദേശനിവാസികളെ അറിയിക്കുവാൻ ഉദ്ദേശിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യം: ഒന്ന്, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടണം. രണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് തിരിയണം. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഈ ചെറുകോട് ദേശനിവാസികളെ കേൾപ്പിക്കുവാൻ ഇച്ഛിക്കുന്നത്. ഒന്ന്, മാനസാന്തരപ്പെടണം. മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപനിമിത്തം ശിഷ്യതാവായ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയ മനുഷ്യനെ തിരികെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ നീതിമാനായ ദൈവം ഒരുക്കിയിരിക്കുന്ന സൗജന്യമായ രക്ഷാ പദ്ധതിയാണ് സുവിശേഷം. ആ സുവിശേഷവുമായി ബന്ധപ്പെട്ട് നീതിമാനായ ദൈവം പറയുന്നു, അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് സ്വർഗീയ പിതാവ് സകല മനുഷ്യരോട് കൽപ്പിക്കുന്നു. കാരണം എന്താണ്? ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇന്ന് ഭൂമിയിൽ ആയിരിക്കുന്ന സകല മനുഷ്യകുലങ്ങളും എല്ലാ വംശ പരമ്പരകളും പാപത്തിന്റെ അധീനരാണ്. ആദാം അവ്വ അവന്മാരെ ലഭിക്കപ്പെട്ട വംശപരമ്പര ഇന്നും നിലനിൽക്കുമ്പോൾ ആ ഏകന്റെ ലംഘനത്താൽ വെളിപ്പെട്ട പാപം സകല മനുഷ്യ രാശിയിലും കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. അങ്ങനെ മനുഷ്യൻ പാപനിമിത്തം നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവിക തേജസ്സും പാപനിമിത്തം അന്യപ്പെട്ടു പോയ നിത്യജീവനെ മടക്കി വരുത്തുവാൻ നീതിമാനായ ദൈവം സകല മനുഷ്യരോടും പറയുന്നു, മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടണം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് തിരണമെന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, നീതിമാനായ ദൈവം കൽപ്പിച്ച നിർമ്മലമായ കൽപ്പനകളെ വിമുഖത കാട്ടി അവർ കിഴക്കൻ ചീനാർ ദേശത്തിലേക്ക് വാങ്ങിപ്പോയതായി ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രഥമ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ നീതിമാനായ ദൈവത്തെ വിട്ട് അന്യപ്പെട്ടു പോയ മനുഷ്യൻ അവന്റെ ദേഹം, ദേഹി, ആത്മാവെന്ന 3 വിധത്തിലുള്ള സ്വർഗീയമായ വ്യവസ്ഥ എന്തെന്നറിയാൻ കഴിയാതെ, പാപത്താൽ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ, ഹൃദയത്തിന്റെ കണ്ണുകൾ അടയപ്പെട്ട് അന്ധത പിടിപ്പിച്ച് ഹൃദയത്തെ പാപം കൊണ്ട് മൂടപ്പെട്ട് ഇരുട്ടിലേക്ക് മനുഷ്യൻ വഴുതി പോകുവാനിടയായി. ദൈവത്തിന്റെ കൈപ്പണിയായ, ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനിലെ ദൈവാംശം എന്ന് പറയുന്നത് അവന്റെ ആത്മാവാണ്, അവന്റെ ജഡാംശം എന്ന് പറയുന്നത് അവന്റെ ദേഹിയാണ്. അങ്ങനെ നീതിസ്വരൂപനായ ദൈവത്തിന്റെ വിശുദ്ധ പ്രതിയാക്കി അവനെ ഒരുക്കിയെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ ആ സമ്പൂർണമായ പദ്ധതി തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യൻ പാപനിമിത്തം അന്ധത പിടിപ്പെടുവാനിടയായി. അങ്ങനെ നീതിമാനായ ദൈവം മനുഷ്യൻ ആരാണെന്നും അവൻ എന്താണെന്നും ഏത് വിധത്തിലാണ് കർത്താവിനെ സൃഷ്ടിച്ചതെന്നും എന്തിനായിട്ട് കർത്താവിനെ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നും അറിയേണ്ടതിന് നീതിമാനായ ദൈവം മനുഷ്യന്റെ വ്യക്തമായ ചിത്രം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ഒരു കൂടാരം ഉണ്ടാക്കുവാൻ ഇടയായി. സ്തോത്രം. ഞാൻ
അവരുടെ ഇടയിൽ വസിക്കേണ്ടതിന് എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ആ മന്ദിരത്തിന് 3 പ്രധാന വശങ്ങളാണുള്ളത്. 1 പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 3 അതിവിശുദ്ധ സ്ഥലം. സ്തോത്രം. ഇതെന്താണെന്ന് നമുക്കറിയില്ല. പ്രാകാരം സംബന്ധിച്ച് കാണുന്ന എല്ലാ തിരുവെഴുത്തുകളും മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥയാണ്. വിശുദ്ധ സ്ഥലവുമായി ബന്ധപ്പെട്ട് കാണുന്ന എല്ലാ തിരുവെഴുത്തുകളും മനുഷ്യന്റെ 2ാം വ്യക്തിത്വമായ ദേഹി, അതായത് ഹൃദയ വിചാര വികാര ഭാവ സമ്മിശ്രം ലയം എന്ന് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാവുന്ന മനുഷ്യന്റെ 2ാം വ്യക്തിത്വം, ബലഹീനമായ 2ാം വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിലാണ് ലൂസിഫർ കടന്ന് ഏതെങ്കിലും മനുഷ്യനെ ബലഹീനപ്പെടുത്തുവാൻ ഇടയായത്. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ സ്ഥലവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും ക്രിയകളും എല്ലാ തിരുവെഴുത്തുകളും മനുഷ്യന്റെ ദേഹിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എന്നാൽ ഏറ്റവും അകത്തെ പ്രാകാരം എന്നറിയപ്പെടുന്ന അതിവിശുദ്ധ സ്ഥലമോ അത് മനുഷ്യന്റെ ഏറ്റവും അകത്തെ വീണ്ടെടുക്കപ്പെട്ട ആത്മമനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള ദൈവിക വചനങ്ങളാണ്. സ്തോത്രം. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നാൽ ഇസ്രായേൽ മക്കളിലൂടെ മാലോകർക്ക് സമാഗമന കൂടാരം ദൈവം പ്രപഞ്ചത്തെ സാക്ഷിയാക്കി മരുഭൂമിയിൽ നിർമ്മിച്ചുവെങ്കിലും അത് നിർമ്മിച്ചവർക്ക് പോലും മനസ്സിലാക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ പാപം നിമിത്തം അവരുടെ ഹൃദയം അടയപ്പെട്ടിരുന്നു. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യനിൽ വസിക്കുന്ന ദൈവശക്തി എവിടെ? ആ സമാഗമന കൂടാരത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അതിവിശുദ്ധമായ സ്ഥലം, ആ അതിവിശുദ്ധമായ മന്ദിരം, അത് മനുഷ്യന്റെ ഏറ്റവും ഉള്ളിന്റെ ഉള്ളമാണ്. നീതിസ്വരൂപനായ ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യൻ, ആ മനുഷ്യനെ കർത്താവ് ഉണ്ടാക്കിയത് ദൈവത്തിന് മനുഷ്യനിൽ വസിക്കുവാനായിട്ടാണ്. അതിന് മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്വർഗീയമായ വ്യവസ്ഥ ദൈവം മറച്ചു വയ്ക്കുവാനിടയായി. എന്നാൽ അത് മനുഷ്യൻ തിരിച്ചറിയുന്നതിന് മുൻപേ വഞ്ചകനും ചതികനും ഈ ലോകത്തിന്റെ ദൈവം എന്നറിയപ്പെടുന്ന ആ ദുഷ്ടശക്തി നിരപരാധികളായ മനുഷ്യരെ കൂട്ടം കൂട്ടമായി തെറ്റിച്ച് കളയുവാനിടയായി. ആകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദേശനിവാസിയെ, അന്ധതയാലും പാപത്താലും ശിഷ്യനാവായി ദൈവത്തെ അറിയാൻ കഴിയാതെ ഇപ്പോഴും ഇരുട്ടി തപ്പി തടയുകയാണെങ്കിൽ ആയിരിക്കുന്ന നിൽക്കുന്ന സ്ഥലത്ത് ഒറ്റ നിമിഷം ആ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പാൻ ഒരു സെക്കൻഡ് മനസ്സ് വെച്ചാൽ നിന്റെ ചരിത്രം മാറ്റി നിന്നെ സ്വർഗീയനാക്കുവാൻ യാതൊരു കർമ്മങ്ങളോ ക്രിയകളോ വേണ്ട. വെടിപൊട്ടിക്കേണ്ട, ശയന പ്രദക്ഷിണം ചെയ്യേണ്ട, നേർച്ചകൾ കാഴ്ചകൾ ചെയ്യേണ്ട, അർച്ചനകൾ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ദൈവത്തിന് നിന്നെയാണ് ആവശ്യം. നീ അധ്വാനിച്ച് പ്രയത്നിച്ച് കൊണ്ടുവരുന്ന പണം ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് നിന്നെയാണ് ആവശ്യം. നിന്നിൽ വസിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആകെ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സ്നേഹിതർ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള ആത്മരക്ഷ കരസ്ഥമാക്കുവാൻ കഴിയാതെ ആരെങ്കിലും ഈ രാത്രി ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കുവാൻ ആത്മാവ് നിങ്ങളെ നിർബന്ധിക്കുകയാണ്. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രക്തത്താൽ വചനത്താൽ ചെയ്യാം. നീതിമാനായ ദൈവം വസിക്കേണ്ട മന്ദിരത്തിന്റെ ബഹുവിധമായ വർണ്ണന മോശ എന്ന് പറയുന്ന ആത്മമനുഷ്യന് പർവ്വതത്തിൽ കർത്താവ് കാണിച്ചു കൊടുത്തു. ഒരു ദർശനം കാണിച്ചു കൊടുത്തു, സ്വർഗീയ മന്ദിരത്തിന്റെ യഥാർത്ഥ രൂപരേഖ. അങ്ങനെ കർത്താവ് മോശയ്ക്ക് പർവ്വതത്തിൽ വെച്ച് വെളിപ്പെടുത്തി കൊടുത്ത മാതൃക പ്രകാരമാണ് ആ കൂടാരം ചമച്ചത്. ആ കൂടാരത്തിലേക്ക് പ്രവേശിപ്പാൻ പ്രധാനപ്പെട്ട വാതിൽ എന്ന് പറയുന്നത് അതിന്റെ കിഴക്ക് ഭാഗത്ത് കാണുന്ന പ്രാകാരത്തിന്റെ മറ ആണ്. സ്തോത്രം. തന്നെ വിട്ട് കിഴക്കോട്ട് പോയ മനുഷ്യനെ തിരികെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരേണ്ടതിന് നീതിമാനായ ദൈവം ഒരു മന്ദിരം ഉണ്ടാക്കിയപ്പോൾ ആ മന്ദിരത്തിന്റെ വാതില് കിഴക്ക് ഭാഗത്ത് തന്നെ വെച്ചു. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വായിക്കാം. പുറപ്പാട് പുസ്തകം 27-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ പ്രാകാരത്തിന്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളമുള്ള ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. 20 മുഴം നീളമുള്ള 4 നിറത്തിലുള്ള നൂലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചിത്രത്തൈയിലുള്ള ഒരു തിരശ്ശീല, അതായത് 20 അടി നീളത്തിൽ ഉണ്ടാക്കിയിരുന്ന ആ കിഴക്കൻ ദേശത്തെ ലക്ഷ്യമാക്കിയുള്ള ആ വാതിലിന് മറശ്ശീല ഉണ്ടാക്കുമ്പോൾ 4 നിറത്തിലുള്ള നൂലുകൾ കൊണ്ടാണ് ആ മറശ്ശീല അല്ലെങ്കിൽ തിരശ്ശീല ഉണ്ടാക്കുവാനിടയായത്. വിശുദ്ധ വേദപുസ്തകം സാക്ഷീകരിച്ചിരിക്കുന്നു. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 വിധത്തിലുള്ള നിർമ്മലമായ നൂലുകൾ കൊണ്ട് കോർത്തിണക്കി വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ ചിത്രത്തയ്യലായി സ്വർഗീയമായ കൗശലത്തിൽ അത്ഭുതകരമായ ഒരു വ്യവസ്ഥയിലൂടെ മനുഷ്യനെ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ആ വാതിലിനെ ആ മറശ്ശീല കൊണ്ട് മൂടി വയ്ക്കുവാനിടയായി. ആ മറശ്ശീല ആരാണ്?
അത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് തേജോമയനായ ദൈവത്തിങ്കിലേക്ക് ഏതൊരു മനുഷ്യനും പ്രവേശിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയാണ് ഈ പ്രപഞ്ചത്തിൽ ദൈവം വയ്ക്കുവാനിടയായത്. അത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. വചനം വായിക്കുന്നു, സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. ഇന്ന് രാത്രിക്കാലം ഇവിടെ ആയിരിക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ പോയാലും, നക്കിത്തിന്നാൻ ഉപ്പിന് വകയില്ലാതെ പോയാലും, നാം പ്രാർത്ഥിപ്പാൻ മുഴങ്കാലുകളെ മടക്കുമ്പോൾ വെളിപ്പെടുന്ന ഒരു സ്വർഗീയമായ വ്യവസ്ഥയുണ്ട്. പ്രപഞ്ചദിക്കാദികളെ കോർമ്മയിൽ കൊള്ളിച്ചുകൊണ്ട് നിത്യനായ ദൈവത്തിന് നിത്യമായ ജ്ഞാനത്താൽ തന്റെ സ്വാന്തന സ്പർശനം ഭൂമിയിൽ തനിക്ക് വേണ്ടി വ്യവഹാരം നടത്തുന്ന ഒരു ദൈവവൈദ്യന് വേണ്ടി സ്വർഗം ചായ്ച്ചിറങ്ങി ഉത്തരമുള്ള സർവശക്തനായ ദൈവം ആ പാത നമുക്ക് വേണ്ടി ഒരുക്കിയത് എന്തുകൊണ്ടാണ്? നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് പിറകിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി വലിച്ചു കീറി ജീവനുള്ള ഒരു പുതുവഴി നമുക്ക് തുറന്നു നൽകിയത് കൊണ്ടാണ് ഇന്ന് രാത്രികാലം നമുക്ക് ഇവിടെ ആയിരിക്കാനിടയായത്. ഈ വഴി തുറന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ജില്ലയിൽ കേവലം ഒരു ആശാരിപ്പണിക്കാരനായിരിക്കേണ്ടവനാണ്, കൊട്ടൂടി അടിക്കുന്ന ആശാരിപ്പണിക്കാരനായിരിക്കേണ്ടവനാണ്. ഏതെങ്കിലും RSSലോ ഏതെങ്കിലും BJPയിലോ ശിവസേനയിലോ ചേർന്ന് 5, 6, 7, 8 പെണ്ണുങ്ങളെ കല്യാണം മാറി കഴിച്ച് എന്റെ വലിച്ചെന്റെ മക്കളൊക്കെ ട്രിവാൻഡ്രം സിറ്റിയിലേക്ക് കറങ്ങി നടപ്പുണ്ട്. അതുപോലെ ആ ആറ്റുകാൽ ക്ഷേത്ര റൂട്ടിൽ കാണുന്ന 1-2 വീട് എന്റെ വലിച്ചെന്റെ വീടുകളാണ്. അവിടേക്ക് ധാരാളം എന്റെ സ്നേഹിതന്മാരും രക്തബന്ധങ്ങളുണ്ട്. അവരൊക്കെ ഈ ലോകത്തിന്റെ താൽക്കാലികമായ ബന്ധനങ്ങളിൽ കുരുങ്ങി ഓരോ പ്രവൃത്തികൾക്ക് വേണ്ടി ഓരോ പ്രസ്ഥാനങ്ങളിലേക്ക് ചേർന്ന് ചെക്കേറി യാതൊരു ഗതിയുമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഇന്നും 100 കണക്കിന് പോലീസ് കേസിൽ അവർ അടിമകളായിരിക്കുമ്പോൾ ഈ എന്നെ സെഷന്മാരായ ദൈവദാസന്മാരെ സാക്ഷി നിർത്തി, ദൈവജനത്തെ സാക്ഷി നിർത്തി, ഉന്നതനായ ദൈവത്തിന്റെ നിർമ്മലമായ സുവിശേഷം ഘോഷിപ്പാൻ എന്നെ ഞാനാക്കി തീർത്തത് എന്റെ അപ്പന്റെ കുടുംബമല്ല, ആശാരി സമുദായമല്ല, മനുഷ്യനുണ്ടാക്കിയ യാതൊരു വിഗ്രഹങ്ങളുമല്ല. എന്നെയും നിന്നെയും അനശ്വര ചൈതന്യത്താൽ നിർമ്മിച്ച ശിഷ്യതാവും പരിപാലകനും പരബ്രഹ്മവുമായ ഈശ്വര സാക്ഷാത്കാരം, അതേ ആ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചുടുചോരയാലാണ് ഈ വീണ്ടെടുപ്പ് എനിക്കും സൗജന്യമായി വെളിപ്പെടുവാനിടയായത്. ഈ ഒരു ആയുഷ്കാലം മുഴുവനും ഈ നാമത്തെ വർണ്ണിച്ചാലും തീരാത്ത കടപ്പാട് വാഴ്ത്തപ്പെട്ട കർത്താവുമായ യേശുമായി എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ആ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നിർമ്മലവും സഹിത്വം നിറഞ്ഞിരിക്കുന്ന ആത്മാവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷികളായി നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിത്യനായ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങൾക്കും ആശ്വാസം പകരും. നീതിമാനായ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നാം എന്തു ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. നീതിമാനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ സുന്ദരമായ രക്ഷയുടെ മഹിമ എത്ര വലുതാണ്. അങ്ങനെ നീതിമാനായ ദൈവത്തിന്റെ തേജസ്സിലേക്ക് ഒരു മനുഷ്യന് പ്രവേശിക്കണമെങ്കിൽ കിഴക്കോട്ട് പോയ മനുഷ്യനെ തിരികെ ദൈവത്തെങ്കിലേക്ക് വരുവാൻ ഒരു മറശീല നീക്കപ്പെടേണ്ടതായിട്ട് വന്നു. ആ മറശീലയാണ് ഞാൻ ഉദ്ഘോഷിക്കുന്ന ദൈവദാസന്മാർ ഇവിടെ വർണ്ണിച്ച് പാടുന്ന നമ്മുടെ ആരാധ്യൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തന്റെ ഏകാത്മജനെ ക്രൂശിൽ നിഷ്കരണം തകർക്കുന്നതിലൂടെ അവന്റെ ദേഹം 2ആയി വലിച്ചു കീറി ജീവനുള്ള ഒരു പുതുവഴി സകല മാനവകർക്കും സൗജന്യമായി വെളിപ്പെട്ട് വരേണ്ടതിന് വിശ്വാസം എന്ന കേവല വ്യവസ്ഥ നിമിത്തം നീതിമാനായ ദൈവം രക്ഷണ്യ പദ്ധതി ഒരുക്കുവാൻ ഇടയായി. ആ പുണ്യനാമം എന്നുമെന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെയാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം ഈ ഭൂമിയിൽ വെളിപ്പെടുവാനിടയായത്. യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ ഏകാത്മജനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മനുഷ്യൻ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ, വംശപരമ്പരയായി ചെയ്തു കൂട്ടിയ കുലമായി ഗ്രഹമായി ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ ഒറ്റ വാക്കുകൊണ്ട് ദൈവത്തിന്റെ ക്രോധത്താൽ മനുഷ്യവാസം ഭൂമിയിൽ ഇല്ലാതാക്കുവാൻ തക്കവിധം ചെയ്തു കൂട്ടിയ അപരാധങ്ങൾക്ക് നീതിമാനായ ദൈവം ക്ഷമ ഒരുക്കുവാനിടയായി. എന്നിട്ടോ തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് ക്രൂശിൽ അവനെ തകർത്തിട്ട് നീതിസ്വരൂപനായ ദൈവം വ്യവസ്ഥ ചെയ്തു. തന്റെ ഏകജാതനായ ആ പുത്രനിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ദൈവത്തിന്റെ മക്കളാക്കും, ദൈവത്തിന്റെ മകളാക്കും, ദൈവത്തിന്റെ മകനാക്കും എന്ന സൗജന്യമായ ഒരു വ്യവസ്ഥ ദൈവം കൽപ്പിപ്പാനിടയായി. നീതിമാനായ ദൈവം സൗജന്യമായി ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷ ഗ്രാമങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലും തോറും ദാസന്മാർ ഭോഷന്മാരെ പോലെ വിളിച്ചറിയിക്കുമ്പോൾ അന്ധത പിടിപ്പിച്ച് നിരപരാധികളായ മനുഷ്യാത്മാക്കളെ വീണ്ടും പാപത്തിന്റെ കൗശലത്താൽ വലച്ച് ബന്ധിച്ചു കൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ കോട്ടയുടെ കയ്യിൽ നിന്ന് ഈ ദേശം
ചെറുകോട്. ഹല്ലേലൂയ. ഈ ചെറുകോട് ദേശത്ത് പാർക്കുന്ന എല്ലാ നിവാസികളും വീണ്ടെടുക്കപ്പെടേണ്ടതിന് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അഷ്ടദിക്കാദികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ദൂതന്മാരുടെ സഞ്ചയത്തെ കർത്താവ് ദേശത്തേക്ക് ഇറക്കി ഏതെല്ലാം കുടുംബങ്ങളെ ബന്ധിച്ചിരിക്കുന്നുവോ, മന്ത്രവാദത്താലും പിന്നെ ശൂന്യത്താലും ആവിചാരത്താലും തന്ത്രങ്ങളാലും ഏതെല്ലാം കുടുംബങ്ങളെ പിശാച് അവകാശം പറയുന്നുവോ, ആ കുടുംബങ്ങളെ ദൈവത്തിന്റെ ആരാധനയ്ക്കായി, സത്യത്തിന്റെ ആത്മാവിലുള്ള ആരാധനയ്ക്കായി വിളിച്ചു വേർതിരിച്ച് സൗജന്യമായ രക്ഷ കരസ്ഥമാക്കുവാൻ തക്കവണ്ണം കർത്താവ് ഈ ദേശത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ മഹനീയമായ രാത്രി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുവാനിടയായത്. കർത്താവിന്റെ പുണ്യനാമം എന്നുമെന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവ സൃഷ്ടിയിൽ പാപനിമിത്തം ദൈവത്തെ വിട്ട് അന്യപ്പെട്ടു പോയ മനുഷ്യനെ ഒരു സമാഗമന കൂടാര വ്യവസ്ഥയിലൂടെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിച്ചിട്ടും അന്നത്തെ പുരോഹിതന്മാർക്ക് പോലും പാപനിമിത്തം ആ വെളിപ്പാട് ദൃശ്യമാക്കുവാൻ കഴിയാതെ ഒരിക്കലും പരിഹാരം വരുത്തുവാൻ കഴിയാത്ത അതേ പാപപരിഹാര ക്രിയകൾ അവർ ആ കൂടാരത്തിൽ നടത്തിക്കൊണ്ടേയിരുന്നു. ദൈവം ഒടുവിൽ ന്യായാധിപന്മാരെ അവർക്കായി എഴുന്നേൽപ്പിച്ചു, രാജാക്കന്മാരെ അവർക്കായി എഴുന്നേൽപ്പിച്ചു, പ്രവാചകന്മാരെ അവർക്കായി എഴുന്നേൽപ്പിച്ചു. അവരുടെയൊക്കെ വാക്ക് കേൾക്കുമ്പോഴൊക്കെയും മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് തിരിയുവാനുള്ള വ്യഗ്രത കാണിക്കുമെങ്കിലും വീണ്ടും അവർ ജാതികളുമായി ഇടകലർന്ന് ദൈവം വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്ത പ്രമാണങ്ങളിൽ ബന്ധിച്ച് പാപത്തോട് പാപം കൂട്ടിക്കലർത്തി ദൈവത്തിൽ നിന്നും മനുഷ്യൻ അന്യപ്പെട്ടു പോകുവാനായിട്ടിടയായി. ഹല്ലേലൂയ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ ക്രൂശിൽ പ്രദർശിപ്പിക്കുന്നു. ഒരിക്കലും ഒരു പാപമോചനം മനുഷ്യന് ലഭ്യമാകുവാൻ കഴിയാത്ത അവസ്ഥയിൽ വംശപരമ്പരയായി നൂറ്റാണ്ടുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ അകൃത്യങ്ങൾ നിമിത്തം നീതിമാനായ ദൈവം മനുഷ്യനെ നശിപ്പിച്ച് കളയുവാൻ കൂട്ടാക്കാതെ താൻ തന്നെ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിപ്പിക്കപ്പെട്ടു. അതാണ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ സകല മനുഷ്യകുലവും ഒന്നടങ്കം പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനിൽ ദൈവത്തിനെ കാണുവാൻ ഒരു നന്മയെ കാണുവാൻ കഴിയാതിരിക്കെ ദൈവത്തിന് മനുഷ്യനോട് ഒരു ഉപകാരമെങ്കിലും ചെയ്യുവാൻ തക്ക വിധം ഒരു യോഗ്യതയും മനുഷ്യനില്ലാതെ അവന്റെ ഉള്ള യോഗ്യതയും അയോഗ്യതയാക്കി തീർത്ത് പാപത്തോട് പാപം കൂട്ടിക്കലർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ ഏകജാതനായവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ മനുഷ്യർക്ക് വേണ്ടി അവൻ പാപപരിഹാര ബലിയാടായി തീരുവാനിടയായി. അങ്ങനെ നീതിമാനായ ദൈവത്തിന്റെ സ്നേഹം ക്രൂശിൽ മനുഷ്യകുലത്തോട് കാണിക്കുവാൻ ഇടയായി. കർത്താവിന്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ നീതിമാനായ ദൈവം അത്ഭുതകരമായ പദ്ധതി ആസൂത്രണം ചെയ്തു. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്ന് നീതിമാനായ ദൈവം വ്യവസ്ഥ ചെയ്യുവാനിടയായി. മാനസാന്തരം, പാപമോചനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകല ജാതികളിലും. മാനസാന്തരത്തിന്റെയും പാപമോചനത്തിന്റെയും ആവശ്യകത എന്ത്? ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചാൽ അമ്മയപ്പന്മാരാൽ ഭൂമിയിൽ മനുഷ്യൻ ജനിക്കുന്നു. അവൻ ഓർമ്മ വെച്ച കാലം മുതൽ അവൾ വളർന്നു വരുന്ന സമൂഹ പശ്ചാത്തലത്തിൽ അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾക്ക് അനുസരണമായി അവൻ കണ്ടും കേട്ടും ആരാഞ്ഞറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമാകുന്ന ഒരു വ്യവസ്ഥയിൽ ഏത് രാജ്യമാണോ ആ രാജ്യത്തിന്റെ സംസ്കാരം അനുസരിച്ച് അവൻ ജീവിക്കുന്നു. ഏത് ജില്ലയാണോ ആ ജില്ലയുടെ പൈതൃകം അനുസരിച്ച് ആ തലമുറ വളർന്നു വരുന്നു. അവൻ സ്കൂളിൽ പോകുന്നു, അവൻ വലുതാകുന്നു, അവൻ പെണ്ണ് കെട്ടുന്നു, മക്കൾ ജനിക്കുന്നു, വീട് വെക്കുന്നു, അവൻ ജീവിക്കുന്നു, അവൻ മക്കളെ വളർത്തുന്നു, വീണ്ടും വയസ്സാകുന്നു, അവൻ പോകുന്നു. ഇങ്ങനെ കാലചക്രം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് മാനസാന്തരത്തിന്റെ ആവശ്യകത എന്ത്? മനുഷ്യൻ പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെട്ടു പോകത്തക്ക വിധം ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ തക്ക വിധം നീതിമാനായ ദൈവം ഒരുക്കിയ രക്ഷണീയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മനുഷ്യന് മാനസാന്തരത്തിന്റെ ആവശ്യകത എന്ത്? എന്തുകൊണ്ട് മനുഷ്യൻ മാനസാന്തരപ്പെടണം? ദേശനിവാസിയെ, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പ്രശ്നം എന്താണ്? നീതിമാനായ ദൈവം ഈ രാജാക്കന്മാരുടെ കാലത്തിൽ ഈ ഭൂമിയിൽ സ്വർഗസ്ഥനായ ദൈവം ഒരു ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാൻ പോകുകയാണ്. ഏതെങ്കിലും സമാരംഭിക്കപ്പെടുവാൻ ഇച്ഛിച്ച, മനുഷ്യരെ വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ച ദൈവരാജ്യം അന്ന് വെളിപ്പെടുത്തുവാൻ കഴിയാതെ പോയതുകൊണ്ട് നീതിമാനായ ദൈവം ഈ അന്ത്യകാലഘട്ടത്തിന്റെ ഒടുവിൽ ആസന്ന ഭാവിയിൽ ഈ ഭൂമിയിൽ നീതിമാനായ ദൈവം തന്റെ രാജ്യം സ്ഥാപിപ്പാനായിട്ട് പോകുകയാണ്. ആ രാജ്യത്തിലേക്ക് ആർക്കൊക്കെ പ്രവേശിക്കുവാൻ കഴിയും?
പാപമുള്ള ആർക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതല്ല. പാപക്ഷമ ഏറ്റുവാങ്ങണം. ഇന്നുള്ള സകല മനുഷ്യരും പാപക്ഷമ ഏറ്റുവാങ്ങണം. നീതിമാനായ ദൈവം ഈ ലോകത്തിൽ തന്റെ രാജ്യം സ്ഥാപിപ്പാൻ പോകുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് ഈ രാജ്യത്തിൽ തന്റെ രാജ്യം പ്രസ്താവിക്കുവാൻ വേണ്ടി പോകുന്നത്? അതിന്റെ പ്രത്യേകത ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. അവിടെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഇന്ന് മനുഷ്യകുലത്തിൽ കാണാൻ കഴിയാതിരിക്കുന്നത് നീതിയാണ്. ഇവിടെ നീതിന്യായ കോടതി നമ്മുടെ കേരളത്തിലുണ്ട്. അത് നീതിന്യായ കോടതി ഒന്നുമല്ല, അത് ചെകുത്താന്റെ കോടതിയാണ്. ആർക്ക് പൈസയുണ്ടോ, ആർക്ക് പോലീസ് പിടിപാടുണ്ടോ, ആർക്ക് രാഷ്ട്രീയമായ ബന്ധമുണ്ടോ അവനൊക്കെ ജയിക്കും. നിരപരാധികളെല്ലാം ജയിലിൽ കിടപ്പുണ്ട്. എത്രയോ നിരപരാധികളാണ് പൂജപ്പുര ജയിലിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. അവിടെ സുവിശേഷം മണിപ്പാൻ ദാസന്മാർ കടന്നു ചെല്ലുമ്പോൾ എത്ര നിരപരാധികളായ കൊലപാതക കുറ്റം ചുമത്തി ഒരു പോർലം പോലും വരുത്തിയിട്ടില്ലാത്ത എത്ര നിരപരാധികളാണ്. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ചതിയിൽപ്പെട്ട് എത്ര നിരപരാധികളാണ് ഈ പൂജപ്പുര ജയിലിൽ കിടക്കുന്നത്. കാശുള്ളവൻ കൈയൊട്ടുവൻ കാര്യക്കാരൻ 1,00,000 രൂപയും ഒരു MLA കയ്യിലുണ്ടെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഏത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം? ചെറുകോട് ദേശ നിവാസിയെ, നമ്മുടെ ജില്ലാ ആസ്ഥാനത്തുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ ഏത് ഡിഗ്രി നിനക്ക് വേണം? ഒരു MLA-യും 1,00,000 രൂപ ഉണ്ടെങ്കിൽ കിട്ടും. എന്റെ സ്നേഹിതന്മാരങ്ങനെ വാങ്ങിച്ചമാരുണ്ട്. അത്രത്തോളം മഞ്ചരിയാണ്. ഇവിടെ നീതിന്യായ കോടതി എന്ന് പറഞ്ഞാൽ വെറും പേര് മാത്രമാണ്. കാശുള്ളവനാണ് ഇവിടെ നീതി, അല്ലാതെ ഒരുത്തർ നീതിയില്ല. ഇവിടെ സാധുക്കളെ വഞ്ചിച്ച് അവതാളത്തിലാക്കി മനുഷ്യന്റെ മേൽ ഹൃദയകാഠിന്യം വെളിപ്പെടുത്തി ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അന്യപ്പെടുത്തി കളയുന്ന അന്ധകാരത്തിന്റെ അധിപതിയാണ് ലോകത്തെ വാണുകൊണ്ടിരിക്കുന്നത്. നീതിയും സമാധാനം ഇവിടെ ഇല്ല. ഭീകരമായ അന്തരീക്ഷമാണ് ലോകത്തിലുള്ളത്. എത്ര കുടുംബങ്ങളാണ് സ്വന്തമായി സ്വസ്ഥമായി സ്വൈര്യമായി കിടന്നുറങ്ങുന്നത്? എത്ര വീട്ടിൽ എത്ര പിതാക്കന്മാർ, എത്ര മാതാക്കൾ സ്വൈര്യമായി സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നു? രാത്രിയിലോ നേരം വിളിക്കുമ്പോഴോ എന്ത് സംഭവിക്കുന്ന അറിയാൻ കഴിയാത്ത അവസ്ഥയിൽ മനുഷ്യർ ഭയവിഹ്വലരാണ്. അങ്ങനെ പാപനിമിത്തം മനുഷ്യന്റെ സകല ബാലൻസും തെറ്റി സമാധാനവും സന്തോഷവും നീതിയും എല്ലാം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് നീതിമാനായ ദൈവം ഒരു രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ നിശ്ചയിച്ചു. ആ രാജ്യം ഐഹികമല്ല, ഭക്ഷണവും ഭാര്യയുമല്ല, നീതിയും സമാധാനവും. അനീതിയില്ലാത്ത, അസമാധാനമില്ലാത്ത, ദുഃഖമില്ലാത്ത, ദുരിതമില്ലാത്ത, മരണമില്ലാത്ത മഹനീയമായ ഒരു രാജ്യം ആസന്ന ഭാവിയിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്ഥാപിക്കുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് ഈ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നത്? സ്തോത്രം. യോഹന്നാൻ ലേഖനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവം മനുഷ്യനായി അവതരിപ്പിക്കപ്പെട്ടു. അതാണ് കർത്താവായ യേശുക്രിസ്തു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ തക്കവണ്ണം യോഗ്യമായ വചനം തന്നെ. കർത്താവിന്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ പിതാവ് ആശാരി ഉപദേശി എന്നറിയപ്പെട്ടിരുന്ന ഒരു ദേവദാസൻ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരും ക്രിസ്തീയ വിശ്വാസമുള്ളവരായില്ല. തിരുവനന്തപുരം ജില്ലയിൽ പൊൻവിള എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിക്കപ്പെട്ട എൻ്റെ പിതാവ് 6 സഹോദരങ്ങൾ, 3 സഹോദരിമാരുള്ള വലിയ ഒരു കുടുംബം, പട്ടിണിക്കോലമായി തീർന്ന ഒരു കുടുംബം. അവിടെയാണ് പിതാവ് ജനിച്ചത്. സഹോദരങ്ങളെല്ലാം ഓരോ വീടുകളിൽ പാത്രം കഴുകിയും വേല ചെയ്തും കൂലിവേല ചെയ്തുമൊക്കെയാണ് അന്ന് അവർ ജീവനം കഴിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വല്യപ്പച്ചൻ തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. അദ്ദേഹം ക്ഷേത്രപ്പണിക്കാരനായ ഒരാശാരി. ഹരിനാമകീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് മത്സ്യമാംസം മുട്ട വർദ്ധിച്ചുകൊണ്ട് വ്രതമെടുത്തുകൊണ്ട് കാട്ടിൽ നിന്നും തടി കൊണ്ടുവന്ന് വിഗ്രഹങ്ങളെ കുത്തി ഉണ്ടാക്കി ക്ഷേത്രങ്ങളിൽ വിറ്റ് ജീവിക്കുന്ന ഒരു കുടുംബം. അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്നും എൻ്റെ പിതാവ് മുമ്പോട്ട് ഇങ്ങനെ വരവേ പിതാവിന്റെ കലിശലായ മദ്യപാനം ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം തുലയ്ക്കുവാനിടയായി. ഗതിയില്ലാത്ത ജീവിതമായി മാറി. ഭീകരമായ അന്തരീക്ഷം രാത്രിയാമങ്ങളിലായി. വല്യപ്പച്ചന്റെ കലിശലായ മദ്യപാന നിമിത്തം എന്റെ വല്യമ്മച്ചയെ മാരകമായി ഉപദ്രവിച്ച് രക്തം മൂക്കിലൂടെയും വായിലൂടെയും വരുന്നത് കണ്ടിട്ട് ആ മദ്യപനായ വല്യപ്പച്ചൻ പ്രസംഗം നിർത്തുമായിരുന്നുള്ളൂ, തന്റെ ആ അടി നിർത്തുകയായിരുന്നുള്ളൂ. അങ്ങനെ ഭീകരമായ അന്തരീക്ഷ നിമിത്തം ഞങ്ങളുടെ കുടുംബം വല്ലാതെയായി. അങ്ങനെ എന്റെ പിതാവ് ദൈവമില്ല എന്ന അവസ്ഥയിൽ ഒരു നിരീശ്വരവാദിയായി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനമായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് അന്ന് ചെറിയ പാടാൻ അറിയാമായിരുന്നു, പാട്ടുകൾ എഴുതാൻ അറിയാമായിരുന്നു. അദ്ദേഹം ഗാനങ്ങൾ എഴുതി കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനത്തിന് വേണ്ടി ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. സ്തോത്രം. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അന്ന് കോൺഗ്രസ്സുകാരുടെ ഈറ്റിലമാണ്. അവിടെ അത്യുഗ്രമായ കാലഘട്ടമാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ പേപ്പിടിയെ കല്ലെറിഞ്ഞ് ഓടിച്ച് കൊല്ലുന്നത് പോലെ കൊല്ലുന്ന ഒരു കാലഘട്ടവുമാണ്. ആ കാലഘട്ടത്തിൽ എൻ്റെ പിതാവും ധാരാളം സഹാക്കാരുമായി ചേർന്ന്
ജയിലിൽ കിടന്ന വിവരം ഞാൻ പിന്നെ കേട്ടിട്ടുണ്ട്. E.K. നായനാർ തുടങ്ങിയ സഖാക്കളുമായി ചേർന്ന് പല ഘട്ടത്തിലായി അദ്ദേഹം ജയിലിലായിപ്പോയ വിവരം ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അദ്ദേഹത്തെ പൂട്ടി ജയിലിലാക്കിയിട്ടു. ആ ജയിലിന്റെ പൂട്ടൊക്കെ തുരുമ്പടിച്ച അവസ്ഥകളിലൊക്കെയും അവിടെ കിടന്നും വിപ്ലവ ഗാനങ്ങൾ അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പിന്നെ കേട്ടിട്ടുമുണ്ട്. അങ്ങനെ ഒരിക്കൽ ഏതോ ഒരു ജന്മി തന്നെ ജാമ്യം കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്താക്കി തന്റെ ഉപജീവന മേഖലയായ പണി ആശാരിപ്പണി ചെയ്ത് ഒരിക്കൽ വീട്ടിലേക്ക് വരുമ്പോൾ തന്റെ കവലയിൽ ഒരു ഉപദേശി പ്രസംഗിക്കുകയാണ്: മറ്റൊരുത്തരും രക്ഷയില്ല, ഞാനും നീയും രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഒട്ടും ദൈവവിശ്വാസമില്ലാതിരുന്ന എൻ്റെ പിതാവ്, തികച്ചും നിരീശ്വരവാദിയായി പോയ എൻ്റെ പിതാവ് 10,000-കണക്കിന് വിഗ്രഹങ്ങളെ വാർത്തയുണ്ടാക്കി കരുനാമകൃത്യങ്ങൾ ജപിച്ചുകൊണ്ട് മുൻപോട്ട് വന്നിട്ടും ഒരു ദൈവങ്ങൾക്കും അവർക്ക് ആശ്വാസം പകരാൻ കഴിയാതെ കുടുംബങ്ങളെ തൂത്തുവാരി എറിഞ്ഞ കാരണത്താൽ നിരീശ്വരവാദി ഇറങ്ങി തിരിച്ച എൻ്റെ പിതാവിന് അരിശം പൂണ്ടിട്ട് ആ ദേവദാസനെ അങ്ങോട്ട് ചെന്ന് മൃഗീയമായി ഉദരിക്കുവാനിടയായി. ആ ദേവദാസനെ മാരകമായി ഉപദ്രവിച്ചു. അടിയേറ്റി വാങ്ങിയ ദേവദാസൻ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്റെ പിതാവ് ഏതോ വീരകൃത്യം ചെയ്തതുപോലെ അദ്ദേഹം എന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ എന്റെ പിതാവിന് ഉറക്കം നഷ്ടപ്പെട്ടു പോയി. ഒന്നാം രാത്രി എന്റെ പിതാവിന് ഉറങ്ങാൻ കഴിയുന്നില്ല. രണ്ടാം രാത്രി, മൂന്നാം രാത്രിയായി, നാലാം രാത്രിയായി തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറക്കം വരും, പക്ഷെ കിടക്കുമ്പോൾ ഉറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ മനോരോഗിയെ പോലെ അദ്ദേഹമായി 5 ദിവസങ്ങൾ ഉറക്കം നഷ്ടപ്പെടുക കാരണത്താൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുകയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ മാനസികമായ വിഭ്രാന്തി തനിക്കുണ്ടായിട്ട് ഞങ്ങൾക്കൊരു കുലക്ഷേത്രമുണ്ട്. ആ കുലക്ഷേത്രത്തിന്റെ നടുവിൽ ഒരു ആൽമരം നിൽപ്പുണ്ട്. അർദ്ധരാത്രിയിൽ ആരും കാണാതെ ആൽമരത്തിൽ കയറി തൂങ്ങിച്ചാകുവാനായിട്ട് അർദ്ധരാത്രി എന്റെ പിതാവ് വീട് വിട്ടിറങ്ങുന്നു. ആ സമയത്ത് 5 ദിവസങ്ങൾക്ക് മുമ്പ് അടിയേറ്റ ദേവദാസൻ അതിന് തൊട്ടടുത്ത് ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണ്. സ്വന്തമായി വീടില്ലാത്ത ഒരു ദേവദാസൻ. അദ്ദേഹം അടിയും വാങ്ങിയിട്ട് സർക്കാരിനോടോ രാഷ്ട്രീയക്കാരോടോ ദേശക്കാരോടോ പരാതി പറയാതെ താൻ സേവിക്കുന്ന, താൻ ആരാധിക്കുന്ന, താൻ ഭജിച്ച് ആരാധിക്കുന്ന ആരാധനായ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കിയിട്ട് പറയുകയാണ്: കർത്താവേ, എന്നെ അടിച്ചവൻ ആരാണെന്ന് എനിക്കറിയില്ല, ആരായാലും അങ്ങേ അറിയാത്തവനാണ് എന്നെ അടിച്ചത്. ആകയാൽ അവനെ ഈ സത്യം മനസ്സിലാക്കി കൊടുത്ത് ഈ വേദപുസ്തകം ഈ ദേശത്ത് ഉയർത്തി അങ്ങ് മാത്രം ജീവനുള്ള ദൈവമെന്ന് കൂശിപ്പണ്ടക്കവണ്ണം അവന്റെ കണ്ണുകളെ തുറക്കണമെന്ന് ആ ദേവദാസൻ പ്രാർത്ഥന ആരംഭിക്കുവാനിടയായി. അതിന്റെ 5ാമത്തെ രാത്രിയിലാണ് എന്റെ പിതാവ് അതിന് തൊട്ടടിയിലൂടെ തപ്പി നടന്ന് ഇരുട്ട് അവസ്ഥയിൽ തൂങ്ങിച്ചാകുവാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ആ രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ ആ ദേവദാസനെ ആത്മാവ് തട്ടി ഉണർത്തി. വിളിയടാ അവന്റെ പേര്. ഒന്നും പറയുന്നില്ല. ശേഖരൻ എന്നാണ് എന്റെ അപ്പന്റെ വീട്ടിലെ പേര്. ശേഖര എന്ന് ഒറ്റ വിളിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു: നീ ചാകണ്ട, യേശുവിന് നിന്നെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ആ പടിഞ്ഞാറ് കിഴക്ക് ഭാഗത്ത് ആ ശബ്ദം കേട്ട എന്റെ പിതാവ് ആരോടെ എന്നെ കണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തപ്പിത്തടി നടന്ന് ഓടി ചെല്ലുമ്പോൾ താൻ അടികൊടുത്ത ഉപദേശി താമസിക്കുന്ന വീടാണെന്ന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു: സ്നേഹിത, യേശു എന്നോട് പറഞ്ഞു നീ മരിക്കാൻ പോകുകയാണ്, നിന്റെ പേര് ശേഖരൻ എന്നല്ലേ, ആ പേരിനോട് വിളിക്കാൻ പറഞ്ഞു, ഇവിടെ വരിക എന്ന് പറഞ്ഞു. എന്തോ ഒരു അസാധാരണമായ സംഭവം ഉണ്ടായതുപോലെ എന്റെ പിതാവ് അതിനകത്തോട് കയറി മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിച്ചു. സ്തോത്രം. എന്റെ പിതാവിന്റെ മേലുള്ള ഭൂതങ്ങളെല്ലാം വിട്ടുമാറുകയും സ്തോത്രം. അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി. പിറ്റേന്ന് ഉച്ചയ്ക്കാണ് തിരികെ തന്റെ വീട്ടിലേക്ക് മടങ്ങി പോകുവാൻ ഇടയായത്. സ്തോത്രം. അങ്ങനെ എന്റെ പിതാവ് യേശുവിനെ അറിയുവാനിടയായി. തന്റെ വിവാഹം കഴിഞ്ഞു, മക്കളായി. വിവിധമായ കഠിനമായ ദുഷ്കരമായ സാഹചര്യത്തിലൂടെ നീതിമാനായ ദൈവം കടത്തിവിട്ടിട്ട് ദൈവരാജ്യത്തിന്റെ അത്യുന്നതമായ വ്യവസ്ഥ നീതിമാനായ ദൈവം എന്റെ പിതാവിനെ വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ടാണ് ശക്തന്മാരായ ദൈവമക്കളെ ദേവദാസന്മാരെ സാക്ഷി നിർത്തി ഈ നിർമ്മലമായ വചനം ഉൾക്കൂഷിപ്പാൻ ഈ ഉള്ളവന് ദൈവം ഭാഗ്യം നൽകുവാനിടയായത്. പ്രിയമുള്ളവരെ, സ്നേഹിക്കുവാൻ കൊള്ളാകുന്നവൻ, ചാരുവാൻ കൊള്ളാകുന്നവൻ, ആശ്രയിക്കുവാൻ കൊള്ളാകുന്നവൻ, പിൻപറ്റുവാൻ കൊള്ളാകുന്നവൻ ഈ ഒരു ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. ജീവിതത്തിന്റെ എല്ലാ വഴിയും അടഞ്ഞാലും, എല്ലാ വാതിലും അടഞ്ഞാലും, ഒരു ഉടുവസ്ത്രം ധരിച്ചുകൊണ്ട് സ്വന്തം ദേശം വിട്ട് ഒന്നുമില്ലാതെ പോകേണ്ടി വന്നാലും ഈ വേദവസ്ത്രം കൊണ്ടേ പോകാവൂ. സ്നേഹിക്കുവാനും ആദരിക്കുവാനും പിൻപറ്റുവാനും ആശ്രയിക്കുവാനും കൊള്ളാകുന്ന ഈ സർവശക്തനായ ദൈവം ആരെല്ലാം മുറുകെ പിടിച്ചിട്ടുണ്ടോ അവരെല്ലാം കർത്താവ് മുറുകെ പിടിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ ക്ഷണികമാണ്, ഇത് താൽക്കാലികമാണ്. 50, 60, 80, 90 വർഷം കൊണ്ട് ഈ ലോകത്തിന്റെ വ്യവസ്ഥ തീരും. എന്നാൽ അനന്ത നിത്യതയിലും പിരിയാൻ കഴിയാത്ത, മരണത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത, അഗ്നിക്ക് വെളിയിറാക്കുവാൻ കഴിയാത്ത സനാതനവും പവിത്രവും നിത്യവുമായ ഒരു ദൈവിക വ്യവസ്ഥയിലാണ് പ്രിയമുള്ളവരെ ദൈവം നിങ്ങളെ എല്ലാവരും തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും സാധാരണക്കാരല്ല. നിത്യനായ ദൈവത്തിന്റെ പുണ്യോമന പുത്രന്മാരാണ്, പുത്രിമാരാണ്. ആ പുണ്യനാമം എന്നുമെന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. എന്താണ് സുവിശേഷത്തിന്റെ സന്ദേശം? കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കാം.
ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 10 പേർക്കും പ്രത്യക്ഷനായി. മതി. യേശു മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ജനിച്ചു. യേശു മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ഭൂമിയിൽ ജീവിച്ചു. 3, യേശു മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് മരിച്ചു. 4, മനുഷ്യകുലത്തിന് സൗജന്യമായി നീതീകരണത്തിനായിട്ട് അവൻ എന്നേക്കുമായി ഉയർക്കപ്പെടുവാനിടയായി. അതാണ് നിർമ്മലമായ സുവിശേഷം. ഈ നിർമ്മലമായ യേശുക്രിസ്തുവിലൂടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ എന്താണ് വഴി? വചനം പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്നെ കേൾക്കുന്ന ചെറുകോട് ദേശനിവാസികളെ, വാത്സല്യ കൂടപ്പിറപ്പുകളെ, സഹോദരങ്ങളെ, രക്ഷയ്ക്കുള്ള ഒരേ ഒരു വഴി അത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ മലമുകളിൽ, ഈ റോഡിന്റെ വക്കാലത്ത്, ഈ ഏറ്റവും ചെറിയ നിലയിൽ ഇപ്രകാരം പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന, ഈ 4 വിറ്റ് കൊണ്ട് പണി കഴിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവസഭ എന്ന പേരിലുള്ള ഈ ദൈവസഭ കണ്ണുകൊണ്ട് കാണുമ്പോൾ മനുഷ്യന് വലിയ ആകർഷണം തോന്നുകയില്ലായിരിക്കാം. പക്ഷെ മനുഷ്യൻ മരിച്ചാൽ പിന്നെ പ്രാണൻ എവിടെ പോകും? നീ ഇന്ന് മരിച്ചാൽ നിന്റെ പ്രാണൻ എവിടെ? നിന്റെ ആത്മാവിടെ? എന്നാൽ മനുഷ്യകുലത്തിന് സൗജന്യമായി ആത്മരക്ഷ ഒരുക്കിയിരിക്കുന്ന, മരണത്തിന് ശേഷം ഒരുക്കിയിരിക്കുന്ന ആ സൗജന്യമായി നിത്യജീവൻ വെളിപ്പെടുത്തുന്ന ഏക വഴി നിനക്ക് വിളംബരം ചെയ്യുവാനാണ് ഈ മണ്ണിൽ, ഈ റോഡിന്റെ വക്കാലത്ത് നീതിമാനായ ദൈവം ഈ ആലയം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ആകയാൽ ഈ ആലയം നിനക്ക് നിന്റെ വംശപരമ്പരയ്ക്ക് ന്യായവിധിയായി തീരുവാൻ ഇടവരാതിരിക്കേണ്ടതിന്, നിനക്കും നിന്റെ കുഞ്ഞുകുട്ടികൾക്കും ആവാലവൃത്തം സൗജന്യമായ രക്ഷയായി തീരേണ്ടതിന് കടന്നു വരിക. മാനസാന്തരപ്പെട്ട് പാപമോചനം ഏറ്റുവാങ്ങി സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. അതിന് നിനക്ക് മാനസാന്തരം ആവശ്യമാണ്. പാപങ്ങളുടെ മോചനം ഏറ്റുവാങ്ങുവാൻ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷീകരിച്ചിരിക്കുന്നു. കാരണം എന്താണ്? മറ്റ് ഒരുത്തനിലും രക്ഷയില്ല. ഞാനും നീയും രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പാപം മനുഷ്യനെ ശിക്ഷാവായ ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞു. പാപം മനുഷ്യനെ ദൈവിക പ്രമാണത്തിൽ നിന്നും അകറ്റിക്കളയുവാനിടയായി. പാപം മനുഷ്യനെ ദൈവമൊരുക്കിയ നിത്യ ജീവനിൽ നിന്നും അന്യപ്പെടുത്തി കളയുവാനിടയായി. എന്താണ് മനുഷ്യൻ ചെയ്ത അകൃത്യങ്ങൾ? യെശയ്യാ പ്രവചനം 59-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വേണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കും. എന്താണ് മനുഷ്യന്റെ അകൃത്യം? മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ച അകൃത്യം എന്താണ്? റോമലേഖനം വായിക്കുമ്പോൾ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷീകരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് മനുഷ്യൻ തന്റെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നത്? റോമലേഖനം 1-ാം അധ്യായം 23-ാം വേദഭാഗം. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്. ദൈവം അക്ഷയനാണ്. അവൻ ക്ഷയമില്ലാത്തവനാണ്, ആദ്യവും അന്തവും ഇല്ലാത്തവനാണ്. മനുഷ്യർക്കാർക്കും കാണുവാൻ കഴിയാത്ത അനന്ത നിത്യതയുടെ മഹിമയിൽ നിറകൊള്ളുന്ന നിത്യനും ബലവാനും പരിശുദ്ധനുമായ സമ്പൂർത്തീകരണമാണ് ദൈവം. അവൻ ആകാശഗോളങ്ങൾക്കും അനന്തസീമകൾക്കും അകലെയാണ്. അവൻ അനന്തതയുടെ അനശ്വരതയിൽ വാസം ചെയ്യുന്ന ആത്മിക സ്വർഗീയ ചൈതന്യമാണ്. ആ നിത്യനായ ദൈവം അക്ഷയനാണ്. അവൻ ക്ഷയമില്ലാത്ത ദൈവമാണ്. ആ ദൈവത്തെ, ക്ഷയമില്ലാത്ത അക്ഷയനായ ദൈവത്തെ മനുഷ്യൻ എന്താക്കി കൂട്ടി? ക്ഷയമുള്ള മനുഷ്യനാക്കി മാറ്റി. ക്ഷയമുള്ള മനുഷ്യൻ. ഇന്ന് മനുഷ്യ ദൈവങ്ങൾ ധാരാളമുണ്ട്. ഇത്രയധികം സമ്പത്ത് കൊണ്ടും ഇത്രയധികം ജ്ഞാനം കൊണ്ടും ഉന്നതമായ അവസ്ഥയിലെത്തിയിരിക്കുന്ന കേരള സംസ്ഥാനത്തിൽ പോലും മനുഷ്യ ദൈവങ്ങൾ ധാരാളം രൂപീകൃതമായി കൊണ്ടിരിക്കുകയല്ലേ? ഒരു കൊച്ചു ബാലകൻ എഴുന്നേറ്റ് വന്ന് ഒരു കമ്പം മുട്ടുവെച്ച് ചവിട്ടി ഓടിച്ച് പുറകെ ചെന്ന് ഒരു ഒറ്റ എറിഞ്ഞാൽ തലയ്ക്ക് കൊള്ളാമെങ്കിൽ പുടിപടയ്ക്കുന്നത് പോലെ പുടച്ച് താഴെ വീഴുവാൻ മാത്രം ശേഷിയുള്ള മനുഷ്യൻ. അകത്തേക്ക് വലിക്കുന്ന ശ്വാസം തിരികെ വരുന്നില്ലെങ്കിൽ അടുത്ത നിമിഷം ക്രമിക്കരിയായി തീരുന്ന മനുഷ്യൻ. ആ മനുഷ്യനെ അക്ഷയനായ ദൈവത്തോട് ഉപയോഗിച്ചു അല്ലേ? അവർ എന്താ ചെയ്തത്? അക്ഷയനായ ദൈവത്തെ, ക്ഷയമുള്ള മനുഷ്യൻ. അടുത്തത് പക്ഷി അല്ലേ? പക്ഷിയെ ആരാധിക്കത്തക്ക വിധം
3 നാൽക്കാലി. തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ കാണാം, മണിയൊക്കെ അടിച്ച് ഇങ്ങനെ കൊല്ലണം വരുന്നത് കാണാം, ഇല്ലേ? എന്തെല്ലാം കഷ്ടമാണ് നോർത്ത് ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ മതപരിവർത്തനമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വേട്ടയാടുകയാണ്. സാധുക്കളായ ദൈവദാസന്മാരെ ആവശ്യമില്ലാതെ അടിക്കുകയുമാണ്. എന്റെ പൊന്നെ സ്നേഹിത, വേറെ കൂലിക്ക് വേറെ പോകാൻ വഴിയില്ലാത്തത് കൊണ്ടല്ല, മന്ത്രം പിടിച്ചത് കൊണ്ടല്ല, പ്രാന്തായത് കൊണ്ടുമല്ല, തേരപ്പാറ ഓടി നടന്ന് ഞങ്ങൾ ഈ സുവിശേഷം ഘോഷിക്കുന്നത്, നിന്റെയൊക്കെ വായിരിക്കുന്നത് കേട്ട് നിന്റെ തല്ലും വാങ്ങിക്കൊണ്ട് ദൈവദാസന്മാർ ഘോഷന്മാരെ പോലെ ഈ സുവിശേഷം അറിയിക്കുന്നത് നിന്റെ വഴി അപകടത്തിലാണ്. മരണം കൊണ്ട് ജീവിതം കലാശിക്കുന്നില്ല. മനുഷ്യന്റെ ജീവിതം മരണം കൊണ്ട് അസ്തമിക്കുന്നില്ല. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് സമസ്ത മതങ്ങളും പഠിപ്പിക്കുന്നു. ഹൈന്ദവ മതം പഠിപ്പിക്കുന്ന എന്താണ്? മനുഷ്യന് ഒറ്റ ജന്മമല്ല, അവൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് ജന്മങ്ങളുണ്ട്. അങ്ങനെ പല ജന്മാന്തരങ്ങളിലൂടെ സംസാര ചക്രത്തിൽ പ്രവേശിച്ച് ഒടുവിൽ പരബ്രഹ്മത്തിൽ ലയിക്കുമെന്നുള്ള കപട വിശ്വാസ പ്രമാണങ്ങളാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിരപരാധികളായ ഹൈന്ദവരെ ബന്ധിച്ചിരിക്കുന്ന ഈ ലൂസിഫറിന്റെ കയ്യിൽ നിന്ന് പിടിവിച്ച് ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവീകതയുമായ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള സൗജന്യ രക്ഷ കരസ്ഥമാക്കുവാനാണ് പ്രിയ സ്നേഹിത നിന്റെയൊക്കെ അടി കൊണ്ടിട്ടും യാതൊരു ലജ്ജയും കൂടാതെ വീണ്ടും ഈ നിർമ്മലമായ സുവിശേഷം ഓരോ തെരുക്കോണിലും വഴി അമ്പലങ്ങളിലും ചന്ത സ്ഥലങ്ങളിലും പരസ്യമായി ഉദ്ഘോഷിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് വരെ ജീവിക്കാൻ വഴി ഉണ്ടായിട്ടല്ല. ആകപ്പാടെ ഗതികേടമാണ്, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്, എല്ലാം കൊണ്ടും ദാരിദ്ര്യമാണ്. ഞങ്ങളുടെ ജില്ലയിലുള്ള പല ദേവദാസന്മാരെ ഇന്നും കഷ്ടത അനുഭവിക്കുന്നവരാണ്, ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. പല കൂലി വേലയ്ക്ക് പോയാൽ അവർക്ക് ജീവിക്കാൻ വഴിയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ പ്രാന്തന്മാരെ പോലെ ഓടി നടക്കുന്നു? സ്നേഹിത, നിന്നെ ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടിയാണ് നീ, മനുഷ്യന്റെ കൈപ്പേണിയല്ല. നീ എന്നെയും നിർമ്മിച്ച് ശിഷ്യരായ ദൈവത്തിന്റെ അത്ഭുത സ്നേഹം വിളംബരം ചെയ്യുവാനാണ് ഘോഷന്മാരെ പോലെ ഈ നിർമ്മലമായ സുവിശേഷം ഇവിടെയും ഉദ്ഘോഷിക്കുന്നത്. ആകയാൽ ഈ സുവിശേഷ ഘോഷണം നിനക്ക് കുടുംബത്തിന് ന്യായവിധിക്കായി തീരുവാൻ ഇടവരാതിരിക്കേണ്ടതിന് ആത്മാവ് ഇന്ന് രാത്രി ഞങ്ങളോട് ആലോചന പറയുകയാണ്. അവനിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. എന്നിട്ടോ നാൽക്കാലി, ഇടജാതി എന്നിവയുടെ സ്വരൂപ സാദൃശ്യമാക്കി കളഞ്ഞ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ മതഭ്രാന്തന്മാർ അല്ലെങ്കിൽ ഇരുട്ടിന്റെ ശക്തികൾ കേവലം മനുഷ്യനെ അന്ധത പിടിപ്പിച്ചിട്ട് സത്യദൈവത്തിൽ നിന്നും ശിഷ്യതാവായ ദൈവത്തിൽ നിന്നും അകറ്റി കൊണ്ടുപോകാനിടയായി. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ ദേശത്തുള്ള സുവിശേഷയുടെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുട്ടാക്കി വെച്ചിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രകാശിപ്പാതിരിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിന്റെ ദൈവം നിരപരാധികളായ മനുഷ്യന്റെ ഹൃദയങ്ങളെ കുരുട്ടാക്കി വെച്ചിരിക്കുകയാണ്. ആകെ പ്രിയ ദേശനിവാസികളെ, ഞാനൊരു കാര്യം വിളിച്ചു പറയാം. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 15-ാം അധ്യായം വായിച്ചു വരുമ്പോൾ കാണാം, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ആകെ നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി ഈ വൃത്യകാര്യങ്ങൾ വെടിയണം. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും പടച്ച് ശിഷ്യനായ ദൈവത്തിലേക്ക്, അതെ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷമാണ് ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുന്നത്. പാപവിമോചകനും പാപത്തെ നടത്തി വരുത്തുന്നവനുമായ ശിഷ്യനായ ദൈവത്തിന്റെ ഏകാത്മജനായ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൽ വിശ്വസിച്ച് നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കണമെന്ന് കർത്താവ് പറയുന്നു. കാരണം എന്താണ്? മരണം കൊണ്ട് അവസാനിക്കുന്നില്ല, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും കൊടുപ്പാൻ തക്കവണ്ണം പ്രതിഫലം അവന്റെ പക്കലുണ്ട്. എല്ലാവരും ക്രിസ്ത്യവന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരിക്കൽ വെളിപ്പെടേണ്ടതാകുന്നു. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്ന ഒരു കാലം വരാൻ പോകുന്നു. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു. മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിലും ഒരിക്കൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ മനുഷ്യൻ കണക്ക് കൊടുക്കേണ്ടി വരും. അവസരം ഇനിയുമുണ്ടോ? അവസരം ഇനിയുമുണ്ടോ? മനുജ അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ, അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ അവസരം ഇനിയുമുണ്ടോ? ധനത്തിലും ഭാരത്തിലും
ധനത്തിലും ഭാരത്തിലും കൊഴുത്ത യൗവനത്തിലും, ധനത്തിലും ഭാരത്തിലും കൊഴുത്ത യൗവനത്തിലും, ധനത്തിലും ഭാരത്തിലും കൊഴുത്ത യൗവനത്തിലും മതിച്ചു നീ ലോക സുഖം പൂജിക്കുകയാണു. പക്ഷേ അവസരം ഇനിയുമുണ്ടോ മനുജ, അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ, അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ അവസരം ഇനിയുമുണ്ടോ? കണക്കെഴുത്തിൽ പ്രമാണേ, കണക്കെഴുത്തിൽ പ്രമാണി കുറിച്ച തെറ്റുകൾക്കെല്ലാം, കണക്കെഴുത്തിൽ പ്രമാണി കുറിച്ച തെറ്റുകൾക്കെല്ലാം, കണക്കെഴുത്തിൽ പ്രമാണി കുറിച്ച തെറ്റുകൾക്കെല്ലാം ശരിക്കൊരു തരം നൽകാം നിനക്കു വല്ലതുണ്ടോ? അവസരം ഇനിയുമുണ്ടോ? ചെറുകോട് ദേശത്ത് നിൽക്കുന്ന വാത്സല്യ യൗവനക്കാരെ, അപ്പന്മാരെ, അമ്മമാരെ, അനുജന്മാരെ, അനുജിത്തമാരെ, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ വേദപുസ്തകം സഭാപ്രസംഗിയിൽ 12-9 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിന്റെ യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണം നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരും. ഒറ്റ ജന്മം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ മനുഷ്യ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും ഓരോരുത്തർ കൊടുക്കുവാൻ തക്കവണ്ണം സകലമാനവർക്കും ദൈവം പ്രതിഫലം വച്ചിരിക്കുകയാണ്. ജീവികൾക്ക് മരിച്ചവർക്ക് ന്യായം വിധിക്കുന്ന സ്വർഗ്ഗീയ പിതാവിന്റെ മുൻപാകെ എല്ലാ മനുഷ്യരും ഒരിക്കൽ അടുത്തു വരേണ്ടതാണ്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, സകല മനുഷ്യർക്കും ന്യായം വിധിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോകുകയാണ്. സകല മനുഷ്യരും അതിന് ഉത്തരം കണ്ടെത്തണം. ദൈവം പറയുന്നു, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? മതവർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സകല മനുഷ്യ പ്രജകളും ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട്. നിത്യന്യായ ദൈവം ഒരുക്കിയിരിക്കുന്ന നിർമ്മലമായ ആലോചനയുടെ മഹിമ ആത്മാവിന്റെ നിറവിൽ അനുഭവിച്ചറിയുവാൻ തക്ക വിധം നീതിമാനായ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ നിറങ്ങി വന്നവനായി സ്വർഗത്തിൽ വസിക്കുന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ആരാണവൻ? സ്വർഗത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്തവൻ ആർ? കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവൻ ആർ? വെള്ളത്തിൽ വസ്ത്രങ്ങളിൽ കെട്ടിയവൻ ആർ? ഭൂമിയുടെ ആകൃതികളൊക്കെയും നിയമിച്ചവൻ ആർ? അവന്റെ പേരെന്ത്? അവന്റെ മേഘന്റെ പേരെന്ത് നിനക്കറിയാമോ? അതാണ് സൃഷ്ടിതാവായ ദൈവം. അവന്റെ മകനത്രേ ഏകാത്മജനും മനുഷ്യകുലത്തിന്റെ സൗജന്യ പാപ വിമോചകനുമായ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യ ജാതനുമാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി, ക്രൂശമരണത്തോളം തന്നെ താഴ്ത്തി അനുസരണം തികഞ്ഞവനായി തീർന്നു. ഇന്ന് രാത്രി എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് നീതിസ്വരൂപനായ ദൈവത്തിന്റെ ഏകാത്മജൻ ആ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളുന്ന വിചാരിക്കാതെ അവൻ ദാസരൂപം എടുത്തു മനുഷ്യനായി വിളങ്ങി നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. അവൻ സകല നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവനെ കുറിച്ച് രാജാക്കന്മാരും പ്രവാചകന്മാരും സാക്ഷീകരിച്ചിരിക്കുന്ന വചനപ്രകാരം തന്നെ അവൻ തിരുവെഴുത്തിൻ പ്രകാരം തന്നെ മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം തന്നെ അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം തന്നെ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പോയി. ആകെ തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ അവൻ എത്രയും വേഗം മധ്യാകാശത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ആ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ നേടുക. ദൈവം സ്ഥാപിക്കാൻ പോകുന്ന ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ക്രോധം ലോകത്തിന്മേൽ അതികഠിനമായിരിക്കുന്നു. ഭൂമി മട്ടനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ അതാടുന്നു. അതിന്റെ അകൃത്യം അതിന്റെ മേൽ ഭാരമായിരിക്കുന്നു. ആ നിത്യനായ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ആ രാജാവ് നിങ്ങളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പാട്ടറിയാമോ? രക്ഷിതാവിനെ കാണുക ഭാവി. ഹല്ലേലൂയ. ഒരു ദിവസം കണ്ണുകൾ അടയ്ക്കാം. ഈ ശബ്ദം ആരെല്ലാം കേട്ടൊന്ന് നമുക്കറിയില്ല, പക്ഷെ ദൈവം കേൾപ്പിക്കേണ്ട ഒരു കർത്താവ് ശബ്ദം കേൾപ്പിച്ചിട്ടുണ്ട്. അത് മല മടക്കുകളിലായാലും മല മുകളിലാണെങ്കിലും താഴ്വീതിയാണെങ്കിലും
ഉണ്ടെങ്കിലും ഈ കേൾപ്പിക്കപ്പെട്ട വചനം ഒന്നുപോലും സാത്താൻ എടുത്ത് കളയുവാനിടയാകാതെ ഇന്ന് രാത്രി അനേക ഹൃദയങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകേണ്ടതിന് ആ നീതിമാനായ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം. ആകെ സ്നേഹിത, നിന്റെ ഹൃദയവും മനസ്സും യേശുവിന് വേണ്ടി കൊടുക്കുക. നിശ്ചിതമായ ദൈവത്തിന്റെ എത്ര വലിയ കഠിന പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവൻ ഓൾറെഡി രാജാവായ ദൈവം, അവൻ നിത്യനായ ദൈവം, അവൻ മരണം എനിക്ക് വേണ്ടി ഏറ്റുവാങ്ങുവാനിടയായി. ആ വാഴ്ത്തപ്പെട്ട കർത്താവിൽ വിശ്വസിക്കുക. ഇതിന്റെ പ്രതിഫലം വീതിക്കുന്ന നാളിൽ നിങ്ങളെ കർത്താവ് വെറുതെ വിടുകയില്ല. ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളെ അനുകരിക്കട്ടെ. ദുഃഖത്തിലും അസ്വസ്ഥതയിലും അന്ധതമസ്യയിലും നെടുവീർപ്പിലുമായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആശ്വാസപ്രദന്റെ നിർമ്മലമായ വചനത്താൽ അവന്റെ മഹത്വം വെളിപ്പെട്ട് പെരുമാറാകട്ടെ. അന്ധത പിടിപ്പിക്കുന്ന മന്ദത പിടിപ്പിക്കുന്ന ഇരുളിന്റെ അധിനിവേശങ്ങളെ മാറ്റി രോഗങ്ങളെയും രോഗാത്മാക്കളാലും മനക്ലേശം പേറി ആത്മാവിന്റെ ബലം നലിപ്പാൻ കഴിയാത്ത അവസ്ഥയിൽ ഞെരുക്കപ്പെടുന്ന അവസ്ഥയിലായിരിക്കുന്നവരെ കർത്താവ് സ്വാന്തനമേകുന്ന ആത്മാവിന്റെ രാത്രി ഇന്ന് രാത്രി ജനത്തെ യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മകനെ ശുശ്രൂഷിക്കാനെ ക്ഷണിച്ച ശ്രേഷ്ഠ ദൈവാസമാർക്ക് ദൈവസഭയ്ക്ക് നന്ദി. മാറാനാഥ നമ്മുടെ കർത്താവ് വരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാണ്.